ഹായ് വെൽക്കം ടു IS ഫാക്ടർ. ഇപ്പോൾ നമ്മൾ CSAT നമ്പർ സിസ്റ്റമാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഏതാണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കത് പ്രാക്ടീസ് ഒക്കെ ചെയ്യണം. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പെർസെൻറ്റേജ് എന്ന ടോപ്പിക്കാണ്. പെർസെൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബേസിക് ആയിട്ട് CSAT അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. എന്താ പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഈ പെർസെൻറ്റേജ്? പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ പെർസെൻറ്റ്, അതായത് 100ൽ എത്രയാണ് നമ്മുടെ മാർക്ക്, അതായത് നമ്മുടെ വാല്യൂ എത്രയാണ്, ഇതാണ് നമ്മൾ പെർസെൻറ്റേജ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമിന് എത്രയാ 200, അതായത് നമ്മുടെ CSAT എക്സാമിൽ 200ൽ നമ്മൾ 40 മാർക്ക് വാങ്ങിയെന്ന് വിചാരിക്കുക. 200ൽ 40 വാങ്ങി. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് കിട്ടിയത്? അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ മാർക്ക് എത്രയാണ്? അതായത് ടോട്ടൽ 200ലാണ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 40 ഡിവൈഡ് ബൈ 200 ഇൻറ്റു 100 ചെയ്യുക. ഇതാണ് 200ൽ 40 എത്ര കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്. അതായത് ഇത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഈ സീറോയും ക്യാൻസലായി, ഇതും ക്യാൻസലായി. സോ 20% ആണ് നമുക്ക് മാർക്ക് കിട്ടിയത്. 200ൽ 40 എന്ന് പറഞ്ഞാൽ എത്രയാ? 20% ആണ്. ക്ലിയർ? അപ്പോൾ ഇത് നമ്മൾ പെർസെൻറ്റേജ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? 100ൽ എത്ര മാർക്കാണ്, അതായത് ഇതിപ്പോൾ 100ൽ 100 മാർക്ക്, 100ൽ 20 മാർക്കാണ് നമുക്ക് കിട്ടിയത്. ക്ലിയർ? അപ്പോൾ അതാണ് പെർസെൻറ്റ്, അതായത് 100ൽ എത്രയാണെന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ അതിനുള്ള ഇക്വേഷനാണിത്. പെർസെൻറ്റേജ് ഈക്വൽ ടു എന്താ? പാർട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ. അതായത് ഇവിടെ പാർട്ട് എന്താ? നമുക്ക് എത്രയാണ് പാർട്ട്, എത്ര മാർക്കാണ് കിട്ടിയത്, എത്ര വാല്യൂ ആണ് കിട്ടിയത്, ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാണ്? 200. ടോട്ടലിൽ എത്ര മാർക്ക് കിട്ടി, എത്ര പാർട്ട് കിട്ടി, ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മൾ പെർസെൻറ്റേജ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്താ? ഔട്ട് ഓഫ് 100 എത്രയാണ്, ഇതാണ് നമ്മൾ പെർസെൻറ്റേജ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത്, ഒരു ഫ്രാക്ഷൻ തന്നാൽ അതിന് നമ്മൾ പെർസെൻറ്റേജിലേക്ക് എങ്ങനെ മാറ്റാം, അതായത് ഫ്രാക്ഷൻ ടു പെർസെൻറ്റേജ്. ക്ലിയർ? അതാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് 1/2 എന്നൊരു നമ്പർ, ഇത് എത്ര പെർസെൻറ്റേജ് ആണ്? 1/2 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? അതായത് കൺവേർട്ട് ചെയ്യണം, പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 1/2 ഇൻറ്റു 100 എന്ന് ചെയ്യുക. ക്ലിയർ? 1/2 ഇൻറ്റു 100 ചെയ്താൽ എത്ര കിട്ടും? ഇതും ക്യാൻസലായി 50 ആണ് കിട്ടുക. സോ 1/2 എന്ന് പറഞ്ഞാൽ അത് 50%-ന് ഈക്വലാണ്. ക്ലിയർ? അതുപോലെ സാധാരണ നമുക്ക് 50% എന്ന് തന്നാൽ ഇതിനെ ഫ്രാക്ഷനിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും? 50% എന്ന് നമുക്ക് തന്നു, അതിനെ ഫ്രാക്ഷനിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? അതായത് 50%, അതായത് ഈ സിമ്പിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡിവൈഡ് ബൈ 100 എന്നാണ്. അതായത് 50% എന്ന് പറഞ്ഞാൽ 50 ഡിവൈഡ് ബൈ 100. ക്ലിയർ? ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈക്വൽ ടു 1/2 ആണെന്ന് കിട്ടും. അപ്പോൾ 50% എന്ന് പറയുന്നതും 1/2 എന്ന് പറയുന്നതും സെയിം ആണ്. ഒരു വാല്യൂവിൻ്റെ 50% കണ്ടുപിടിക്കാൻ നമുക്ക് എങ്ങനെ ചെയ്യാം? ഒരു വാല്യൂ, അതായത് ഇപ്പോൾ എന്താ 100 അല്ലെങ്കിൽ 200, ഇതിൻ്റെ 50% കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? സാധാരണ നമ്മൾ ചെയ്യാം എന്താ? 200 ഇൻറ്റു 50%. അപ്പോൾ ഇതെന്താണ്? 200 ഇൻറ്റു 50% എന്ന് പറഞ്ഞാൽ എന്താണ്? 50 ഡിവൈഡ് ബൈ 100 ആണ്. സോ ഇവിടെ വാല്യൂ എന്ത് കിട്ടും? 100 ആണ് കിട്ടുക. സോ ഇതുപോലെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ 200ൻ്റെ 50% കാണുന്നതിന് പകരം നമുക്കറിയാലോ എന്താണ്? ഈ ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്താണ്? 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇവിടെയും നമുക്ക് എന്ത് കിട്ടും? 100 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷന് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും അതുപോലെ പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ അടുത്തൊരു വാല്യൂ നോക്കിയാൽ എന്താ? 1/3. അപ്പോൾ ഇതിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്താൽ എങ്ങനെ കിട്ടും? പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ കിട്ടും? അതായത് ഇതിൻ്റെ ഇൻറ്റു 100 ചെയ്യുക. സോ ഈക്വൽ ടു എന്ത് കിട്ടും? ഇത് 33.33% ആണെന്ന് കിട്ടും. ക്ലിയർ? അല്ലെങ്കിൽ 1/3% ആണെന്ന് കിട്ടും. ഓക്കെ, 1/3 എന്ന് പറയുന്നതും, അതായത് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചു ഒരു വാല്യൂവിൻ്റെ 33.333% എത്രയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ വാല്യൂവിനെ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അതായത് 60 എന്ന വാല്യൂവിൻ്റെ 33.33% എത്രയാണ്? അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക? 60നെ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആൻസർ സിമ്പിൾ അല്ലേ? എത്രയാണ്? 20 ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് എന്താ ഫ്രാക്ഷനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഒരു വാല്യൂ കൂടെ നോക്കാം നമുക്ക്. 1/4നെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്താലോ?
എന്ത് കിട്ടും ഇൻറ്റു 100 ചെയ്യുക. സോ ഈക്വൽ ടു എന്ത് കിട്ടും 25% ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് എന്താ 1/2 എന്ന് പറഞ്ഞാൽ ഇതാണ്. 1/2 എന്ന് പറഞ്ഞാൽ ഈ ഫ്രാക്ഷനാണ്. അതുപോലെ 1/3 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനിയോ 1/4 എന്ന് പറഞ്ഞാൽ ഇതാണ്. 1/4 എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് 25 ആണെന്ന് അറിയാം. ക്ലിയർ? അതുപോലെ 20% എന്ന് പറഞ്ഞാൽ എന്താണ് 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. ക്ലിയർ? നമ്മളിവിടെ മാറ്റി നോക്കാം. എങ്ങനെയാ 20% എന്ന് പറഞ്ഞാൽ 20/100 ഈക്വൽ ടു എന്ത് കിട്ടും ഇത് 1/5 ആണെന്ന് കിട്ടും. അപ്പോൾ 1/5 ആണെന്ന് പറയുന്നതും 20% ആണെന്ന് പറയുന്നതും സെയിം ആണ്. ക്ലിയർ? ഇനിയോ അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾ എന്താ ഫില്ല് ചെയ്യുക. ക്ലിയർ? സിമ്പിളാണ്, ഇതൊക്കെ ഫില്ല് ചെയ്യുക. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഇത്രയും വാല്യൂസ് ഉണ്ട്, അതായത് 66.66. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് എന്താ 33.33 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 33.33 എന്ന് പറയുന്നത് 1/3 ആണ്. ക്ലിയർ? 33.33 എന്ന് പറയുന്നത് 1/3 ആണ്. ക്ലിയർ? അതായത് ഇത് കൺവേർട്ട് ചെയ്യാൻ അറിയാമല്ലോ. ഇവിടെ എക്സാമ്പിൾ നോക്കിയതാ, ഇതിനൊക്കെ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 10/100 ചെയ്യുക. സോ സിമ്പിൾ അല്ലേ? എന്ത് കിട്ടും 1/10 കിട്ടും. അപ്പോൾ ഇങ്ങനെ ഓരോന്നും കൺവേർട്ട് ചെയ്യാം. ഇനി ഞാനിവിടെ പറഞ്ഞ പോലെ എന്താ 66.66 അത്രയും പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇത്രയും പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം 1/3 അതായത് 3.33 എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 1/3 ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇൻറ്റു 2 ചെയ്താലാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുക. സോ ഇതെന്തായിരിക്കും? ഇവിടെ ഇൻറ്റു 2 ചെയ്യുന്ന വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ബേസിക്കായി നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. 2/3 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആണ്. അതുപോലെ 25% എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം 1/4 ആണ്. പക്ഷേ ഇവിടെ എന്താ 25 ഇൻറ്റു 3 ചെയ്താലോ? ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 75 കിട്ടുമല്ലോ, 75 കിട്ടും. സോ ഇതിനെയും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 75% എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രാക്ഷനിലേക്ക് മാറ്റിയാൽ എന്ത് കിട്ടും? 3/4 ആണെന്ന് കിട്ടും. ഇനി 40 എന്ന് പറഞ്ഞാലോ, ഇവിടെ നോക്കിയേ 20% ആണെന്ന് പറഞ്ഞാൽ 1/5 കിട്ടി. 40 ആണെങ്കിലോ അവിടെ 2/5 ആയിരിക്കും. ക്ലിയർ? ഇനിയോ 60 ആണെങ്കിലോ, 60 ആണെങ്കിൽ ഇത് 20 ആണ്, ഇൻറ്റു 3 ചെയ്താൽ 60 കിട്ടും. സോ 3/5 ആണ് ഇവിടെ കിട്ടുക. ക്ലിയർ? അപ്പോൾ അങ്ങനെ ഓരോന്നും ചെയ്യാം, ഇതും ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കാം. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കായിട്ട് പെർസെൻറ്റേജിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ നോക്കിയാൽ, അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? പെർസെൻറ്റേജ് അതായത് 20%, 25% ഇതിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ എന്താ 25 ഇൻറ്റു ആണോ? അല്ല, /100. ക്ലിയർ? പെർസെൻറ്റേജിനെ, അതായത് ഇവിടെ പെർസെൻറ്റേജ് എന്ന സൈൻ വന്നാൽ /100 ആണ്. അപ്പോൾ പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ /100 ചെയ്യുക. ഇനി ഫ്രാക്ഷനിലെ പെർസെൻറ്റേജിലേക്ക് മാറ്റാനോ, അതായത് 1/4 ഇതിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 100 ചെയ്യുക. സോ 25% ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത നമ്മൾ നോക്കാനല്ലേ, അതായത് ബേസിക്കായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം പെർസെൻറ്റേജ് ചേഞ്ച്. അതായത് ഒരു വാല്യൂ പെർസെൻറ്റേജ് ചേഞ്ച്, അതായത് 100 എന്ന വാല്യൂ എന്ത് ചെയ്തു? 120യിലേക്ക് പോയി. 100 എന്ന വാല്യൂ 120യിലേക്ക് പോയി. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് ഇവിടെ ഇൻക്രീസ് ചെയ്തത്? അത് ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുലയാണിത്. അതായത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ന്യൂ വാല്യൂ എന്താണ്? 120 മൈനസ് ഒറിജിനൽ വാല്യൂ എന്താണ്? 100 ഡിവൈഡ് ബൈ ഒറിജിനൽ വാല്യൂ 100 ഇൻറ്റു 100. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താ? 120 മൈനസ് 100 20 ആണെന്ന് കിട്ടും, ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100. സോ ഇതെത്രയാണ്? 20% ആണ് ഇൻക്രീസ് ആയത്. ക്ലിയർ? അതായത് 100 നിന്ന് 120യിലേക്ക് പോകുമ്പോൾ 20% ആണ് ഇൻക്രീസ് ആയത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. 200 നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 240യിലേക്ക് പോയി. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ആയത്? അതായത് നമ്മളിവിടെ ചെയ്യേണ്ടത് ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 40 ആണ് ഡിഫറൻസ്, ഡിവൈഡ് ബൈ ഒറിജിനൽ വാല്യൂ 200 ഇൻറ്റു 100. സോ ഇതും ക്യാൻസലായി, ഇതും ക്യാൻസലായി, 20. സോ 20% ആണ് ഇവിടെ ഇൻക്രീസ് ആയത്. 200 നിന്ന് 240യിലേക്ക് പോകുമ്പോൾ 20% ആണ് ഇൻക്രീസ് ആയത്. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇനി നമ്മൾ നോക്കാൻ എന്താ 15% എന്ന് പറഞ്ഞാൽ എന്താണ്? 15% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 15 ഡിവൈഡ് ബൈ 100.
അപ്പോൾ ഈ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വെയിറ്റ് ഓഫ് അരുൺ 1 year ago വാസ് എത്രയാ 50. അപ്പോൾ 1 year ago 50 ആണ്. നൗ ഹിസ് വെയിറ്റ് ഹാസ് ഇൻക്രീസ്ഡ് ടു 65. 1 year ago 50 ആണ്. സോ ഇപ്പോൾ എത്രയാണ് വെയിറ്റ് ഇൻക്രീസ് ആയത്? 65 kg ആയിട്ടാണ് ഇൻക്രീസ് ആയത്. വാട്ട് ഈസ് എ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഹിസ് വെയിറ്റ്? അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ആണ് ചോദിക്കുന്നത്. സോ ഇവിടെ നോക്കിയാൽ എന്താണ് ഇക്വേഷൻ? എന്താ നമ്മുടെ ഇക്വേഷൻ? ഇതാണ്, ന്യൂ വാല്യൂ മൈനസ് ഒറിജിനൽ വാല്യൂ ഡിവൈഡ് ബൈ ഒറിജിനൽ വാല്യൂ. അതായത് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിഫറൻസ്, ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? 15 ഡിവൈഡ് ബൈ ഏതാണ് ബേസ് ആയിട്ടുള്ളത്? ഏത് വാല്യൂ നിന്നാണ് ഇൻക്രീസ് ആയത്? 50 എന്നാണ് ഇൻക്രീസ് ആയത്. സോ 50 ഇൻറ്റു 100 ചെയ്യാം. ഇതാണ്, ഇങ്ങനെയാണ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇതും ക്യാൻസലായ 2 കിട്ടും, ഈക്വൽ ടു 30% ആണ്. അപ്പോൾ 50 നിന്ന് 65 പോകാൻ എത്രയാണ്? 30% ആണ് ഇൻക്രീസ് ആയത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ. സാലറി ഓഫ് രാഹുൽ ഈസ് എത്രയാണ്? 20,000 പെർ മന്ത്. whereas the salary of Arjun is 30,000 per month. Rahul's salary is how much percentage less than the Arjun? Okay, അപ്പോൾ രാഹുൽ സാലറി ഈസ് ഹൗ മച്ച് പെർസെൻറ്റ് ലെസ് ദാൻ ദ സാലറി ഓഫ് അർജുൻ. സോ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണ്? അർജുൻ്റെ സാലറി എത്രയാണ്? അർജുൻ സാലറി ഈസ് 30,000. അതുപോലെ രാഹുലിൻ്റെ എത്രയാണ്? രാഹുലിൻ്റെ 20,000 ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് രാഹുലിൻ്റെ സാലറി ഹൗ മച്ച് പെർസെൻറ്റേജ് ലെസ് ദാൻ ദ അർജുൻ. അപ്പോൾ രാഹുലിൻ്റെ സാലറിയാണ് ഇവിടെ എത്ര കുറവുള്ളത്. സോ എത്ര പെർസെൻറ്റേജ് ആണ് കുറവുള്ളതെന്നാണ് ചോദിക്കുന്നത്. സോ ബേസ് ആയിട്ട് വെക്കേണ്ടത് എന്താണ്? അർജുൻ്റെ സാലറി അപേക്ഷിച്ച് രാഹുലിൻ്റെ എത്രയാണ് കുറവെന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ഡിഫറൻസ് എടുക്കാം. ഡിഫറൻസ് എത്രയാണ്? 10,000 ഡിവൈഡ് ബൈ നമ്മൾ ഏതിൻ്റെ ബേസിലാണ് പറയുന്നത്? അർജുൻ്റെ ബേസിലാണ് പറയുന്നത്. അർജുൻ്റെ ബേസിൽ രാഹുലിന് എത്ര കുറവാണ്? സോ അർജുൻ്റെ 30,000 ഇൻറ്റു 100. ക്ലിയർ? ഇനിയോ ഇത് നമ്മൾ സിമ്പിളായി ചെയ്യാമല്ലോ. ഇതും ക്യാൻസലായി, ഇതും ക്യാൻസലായി. 1/3 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 1/3 ഇൻറ്റു 100. അപ്പോൾ ഇത് നമുക്കറിയാമല്ലോ എന്ത് കിട്ടുന്നത്? 33.33% ആണ്. ക്ലിയർ? ഓപ്ഷൻ ഏതാണ്? ബി ആണ് കറക്റ്റ്. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. നമുക്ക് ഒരുപാട് PYQs നമുക്ക് ചെയ്യാം. അടുത്തത് സക്സസീവ് പെർസെൻറ്റേജ് ചേഞ്ച്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സക്സസീവ് പെർസെൻറ്റേജ് ചേഞ്ച്. അപ്പോൾ അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. 100 ഉള്ള വാല്യൂ നമുക്ക് 20% ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ഒരു വാല്യൂ ഫസ്റ്റ് 10% ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ 20% ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ഫസ്റ്റ് 10% വീണ്ടും 20% ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറയാം, ചേഞ്ച് എന്ന് പറയാം. സോ 100 ഉള്ള വാല്യൂ എക്സാമ്പിൾ നോക്കിയാൽ 100 ഉള്ള വാല്യൂ നമുക്ക് എന്താ 10% ഇൻക്രീസ് ആയി. അപ്പോൾ ഈ 100ൻ്റെ 10% നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യുക? ഒരു വാല്യൂവിൻ്റെ 10% ഫൈൻഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ വാല്യൂ. ഇതിൻ്റെ 10% ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാം? ഒരു പ്ലേസ് മാറ്റി നമ്മളിങ്ങനെ ഒരു പ്ലേസിലുള്ള ഇത് മാറ്റുക. സോ എന്താണ് ഇതിൻ്റെ യൂണിറ്റ് പ്ലേസിലുള്ള വാല്യൂ മാറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും? ബാക്കിയുള്ള വാല്യൂ ആണ് ഇതിൻ്റെ 10%. ക്ലിയർ? അപ്പോൾ 100 എന്ന വാല്യൂവിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇനി ഇതിൻ്റെ 1%ഓ? അപ്പോൾ 2 പ്ലേസ് മാറ്റുക. 2 പ്ലേസ് മാറ്റിയാൽ ഇതിൻ്റെ 1% കിട്ടും, 1 ആണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്താണ് 100%ൻ്റെ 10% ഇൻക്രീസ് ചെയ്താൽ എന്ത് കിട്ടും? 110 കിട്ടും. ഇനി ഈ വാല്യൂവിൻ്റെ 20% ഇൻക്രീസ് ചെയ്യുന്നു, അതാണ് ക്വസ്റ്റ്യൻ. ആദ്യം 10% പിന്നെ 20%. അപ്പോൾ ഈ വാല്യൂവിൻ്റെ 20% ഇൻക്രീസ് ചെയ്താൽ എത്രയാവും? അതായത് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ 20% എന്ത് കിട്ടും? അതായത് 110ൻ്റെ 20%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പ്ലേസ് മാറ്റുക. ഇനിയോ 10% എന്ന് പറയുന്നത് എന്താണ്? 11 ആണ്. അപ്പോൾ 20% എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റു 2 ചെയ്യാം, 22 ആണ്. സോ ഇതിൻ്റെ കൂടെ 22 ആഡ് ചെയ്ത വാല്യൂ ആയിരിക്കും ഇവിടെ. എന്ത് കിട്ടും? 132. ക്ലിയർ? അപ്പോൾ ഇവിടെ ഇൻക്രീസ് ആയ എത്രയാണ്? 100 നിന്ന് 132 ആണ് ഇൻക്രീസ് ആയത്. അതായത് 100 നിന്ന് 32 വാല്യൂ ആണ് ഇൻക്രീസ് ആയത്. 32% ആണ് ഇവിടെ ഇൻക്രീസ് ആയിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സക്സസീവ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. അതായത് ആദ്യം 10% ഇൻക്രീസ് ആയി, പിന്നെ 20% ഇൻക്രീസ് ആയി. അപ്പോൾ ടോട്ടൽ ഓവറോൾ ഇതിൻ്റെ എഫക്റ്റ് എന്താണ്? 32% ആണ് ഇൻക്രീസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ചെറിയൊരു ഫോമിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് 2% ആദ്യത്തെ ഒരു പെർസെൻറ്റേജ് ഇൻക്രീസ് ആയത് എത്രയാണ്? എക്സ് എന്ന് വിചാരിക്കാം, X%. സെക്കൻഡ് Y%. അങ്ങനെയാണെങ്കിൽ സക്സസീവ് പെർസെൻറ്റേജ് ചേഞ്ചിനെ നമുക്ക് എങ്ങനെ ഇക്വേഷൻ യൂസ് ചെയ്യാം? അതായത് X +
വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ ഡിവൈഡ് ബൈ 100. അപ്പോൾ ഇതാണ് ഇതിനുള്ള ഫോർമുല. ക്ലിയർ? ഇതാണ് ഇതിനുള്ള ഫോർമുല. ഓക്കെ, സക്സസീവ് പെർസെൻറ്റേജ് ചേഞ്ച്. സോ ഈ ഫോർമുല വെച്ച് നമുക്കിത് ചെയ്യാം. ഈ ഫോർമുല വെച്ച് ചെയ്താൽ ഫസ്റ്റത്തെ പെർസെൻറ്റേജ് എത്ര ചേഞ്ച് ആയത്? 10%. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? 10 കൊടുക്കുന്നു. പ്ലസ് വൈൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കുന്നു? സെക്കൻഡ് എത്രയാണ്? 20% ആണ്. 20 പ്ലസ് എക്സ് ഇൻറ്റു വൈ, സോ 10 ഇൻറ്റു 20 ഡിവൈഡ് ബൈ 100. ക്ലിയർ? ഇനിയോ ഇതൊക്കെ ക്യാൻസലായി ബാക്കി എന്ത് കിട്ടും? 30 പ്ലസ് 2 32% ആണ് സക്സസീവ് ചേഞ്ച്. ക്ലിയർ? അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ക്ലിയർ? ഇനി ഫസ്റ്റ് ഇൻക്രീസ് ആയി പിന്നെ ഡിക്രീസ് ആയി എന്നൊക്കെ പറഞ്ഞാലോ? അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയാൽ അതായത് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ ഡിവൈഡ് ബൈ 100 ആണ്. ഇതാണ് നമ്മുടെ ഫോർമുല. ഇത് പഠിച്ചു വെക്കുക. ഇവിടെ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് 10% ഇൻക്രീസ് ആയി, ദെൻ 20% ഡിക്രീസ് ആയെന്ന് വിചാരിക്കാം. 20% ഡിക്രീസ് ആയെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ഇതിൻ്റെ നെറ്റ് എഫക്റ്റ്, അതായത് 10% ഇൻക്രീസ് ആയി 20% ഡിക്രീസ് ആയി. അങ്ങനെയാണെങ്കിൽ ഓവറോൾ നമുക്ക് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആയി അല്ലെങ്കിൽ ഡിക്രീസ് ആയി എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ കൺവെൻഷണൽ മെത്തേഡ് ചെയ്താൽ എന്താ? 100 എന്ന വാല്യൂ 10% ഇൻക്രീസ് ആയി. സോ 10% ഇൻക്രീസ് ആകുമ്പോൾ എത്രയാണ്? 100 ഉള്ളത് 110 ആവും. ക്ലിയർ? ഇനി ഇതിനെ എന്ത് ചെയ്തു? 20% ഡിക്രീസ് ആയി. ഇപ്പോൾ കിട്ടിയ വാല്യൂ നിന്ന് 20% ഡിക്രീസ് ആയി. സോ -20%. സോ ഇത് എത്രയായിരിക്കും? അതായത് ഈ വാല്യൂവിൻ്റെ 20% ഡിക്രീസ് ആയി. സോ ഇവിടെ എത്രയാണ്? 110ൻ്റെ 20% എന്ന് പറയുന്നത് എത്രയാണ്? 22 അല്ലേ? അതായത് 110 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 10% എന്താ? 11. അപ്പോൾ 20% എന്താ? ഇൻറ്റു 2, സോ 22 ആണ്. ക്ലിയർ? അപ്പോൾ ഇതിൽ നിന്ന് 20% ഡിക്രീസ് ആയി. സോ 20% ഡിക്രീസ് ആകുമ്പോൾ വാല്യൂ എന്താണ്? 110 നിന്ന് 22 ആണ് ഡിക്രീസ് ആവുന്നത്. ക്ലിയർ? അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 88 ആണ് കിട്ടുക. ഫൈനൽ 88 ആണ് കിട്ടുക. സോ ടോട്ടൽ എത്ര വാല്യൂ ആണ് ഡിക്രീസ് ആയത്? സോ ടോട്ടൽ 12% ആണ് ഡിക്രീസ് ആയത്. 100 ഉള്ളത് 88 ആയി, 12% ഡിക്രീസ് ആയി. അപ്പോൾ ഇതാണ് നമ്മുടെ കൺവെൻഷണൽ മെത്തേഡ് വെച്ച് നമ്മൾ ചെയ്യാം. ഇനി നമ്മുടെ ഇക്വേഷൻ നോക്കിയാലോ? ഇക്വേഷനിൽ നോക്കിയാൽ സെയിം ആണ്. എന്താണ്? 10% ഇൻക്രീസ് ആയി, അത് കഴിഞ്ഞിട്ട് 20% ഡിക്രീസ് ആവുന്നുണ്ട്. 20% ഡിക്രീസ് ആയാൽ നമ്മളിവിടെ എന്ത് ചെയ്യുക? -20 എന്ന് ഇടുക. ക്ലിയർ? പ്ലസ് 10% ഇൻക്രീസ്, സോ ആ 10 നമ്മളിവിടെ ഇട്ടു, ഇൻറ്റു -20 ആണ് ഇടുക. കാരണം മൈനസ് എന്താ? ഡിക്രീസ് ചെയ്തു, 20% ഡിക്രീസ് ചെയ്തു. സോ -20 ഡിവൈഡ് ബൈ 100. ക്ലിയർ? ഇനി നമ്മൾ നേരത്തെ ചെയ്ത സെയിം ആണ്. ഇതൊക്കെ ക്യാൻസലായി. 10 - 20 പിന്നെന്താ? ഇവിടെ ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അതായത് 10 - 20 1 ഇൻറ്റു -2 -2 കിട്ടും. ക്ലിയർ? അപ്പോൾ ഈക്വൽ ടു 10 - 22. ക്ലിയർ? അതായത് നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്യുക. -20 -2, സോ -22. സോ ഓവറോൾ എന്ത് കിട്ടും? -12 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് എത്ര സക്സസീവ് എത്ര കിട്ടുക? 10% ഇൻക്രീസും 20% ഡിക്രീസും ആയാൽ -12% ആണ് ഡിക്രീസ് ആവുന്നത്. ക്ലിയർ? ആ കാര്യം പഠിക്കാം. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സെയിം പെർസെൻറ്റേജ്, അതായത് 10% ഇൻക്രീസ് ആയി 10% ഡിക്രീസ് ആയി, അതായത് 10% ഇൻക്രീസ് ദെൻ 10% ഡിക്രീസ്. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ എങ്ങനെയാണ്? 100 എന്ന വാല്യൂ 10% ഇൻക്രീസ് എത്രയാണ്? 110. എഗെയിൻ ഇതിന്ന് 10% ഡിക്രീസ് ആയി, 10% ഇൻക്രീസ് ആയി, സോ പ്ലസ് ആണ്. എഗെയിൻ 10% ഡിക്രീസ് മൈനസ് ആണ്. സോ എന്ത് കിട്ടും? ഇതിൻ്റെ 10% എത്രയാണ്? 11. സോ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 99 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇവിടുത്തെ എഫക്റ്റ് എന്താണ്? 1% ഡിക്രീസ് ആണെന്നുള്ളത്, -1%. ക്ലിയർ? ഇതാണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഈ സെയിം സംഭവം നമുക്ക് എന്താ? ഫോർമുലയിൽ യൂസ് ചെയ്യാം, നമ്മുടെ മെത്തേഡിൽ ഫോർമുലയിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സെയിം വാല്യൂ ആയിരിക്കും കിട്ടുക. അല്ലെങ്കിൽ ഈ ടൈം, അതായത് സെയിം പെർസെൻറ്റേജ് ഇൻക്രീസ് ആയി % ഡിക്രീസ് ആയെന്ന് പറഞ്ഞാൽ നമുക്കതാ ഈ ഫോർമുല യൂസ് ചെയ്യാം. x² ഡിവൈഡ് ബൈ 100%. അതായത് ഇവിടെ നോക്കിയേ എത്ര % ആണ് ഇൻക്രീസ് ആവുന്നത്? അതായത് സെയിം പെർസെൻറ്റേജ് ഇൻക്രീസ് ആയി % ഡിക്രീസ് ആയി. സോ x² 10² ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10² എന്ന് പറഞ്ഞാൽ 100 ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു 1 ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഓൾവേസ് എന്തായിരിക്കും? ഡിക്രീസ് ആയിരിക്കും. സെയിം % ഇൻക്രീസ് ആയാലും
അതുപോലെ സെയിം പെർസെൻറ്റേജ് ഡിക്രീസ് ആവുന്നു, ഇൻക്രീസ് ആയിട്ട് ഡിക്രീസ് ആവുന്നു, അല്ലെങ്കിൽ അതായത് സെയിം വാല്യൂ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്കിതാ എന്താണ് കിട്ടുക? ഓൾവേസ് ഡിക്രീസ് ആയിരിക്കും. ക്ലിയർ? ഈ ഇക്വേഷൻ ഓർത്തിരിക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ദ പ്രൈസ് ഓഫ് എ ബൈക്ക് വാസ് ഇൻക്രീസ്ഡ് ബൈ 10% ആൻഡ് അഗെയിൻ ഇൻക്രീസ്ഡ് 8%. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഫോർമുല വെച്ച് ചെയ്യാം. സിമ്പിളാണ്. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ ഡിവൈഡ് ബൈ 100. ഇതാണ് നമ്മുടെ ഫോർമുല. ഇനി എക്സിൻ്റെ വാല്യൂ എന്താണ്? 10. പിന്നെന്താണ്? പ്ലസ്. ഇനി വൈൻ്റെ വാല്യൂ എത്രയാണ്? 8 പ്ലസ് എക്സ് ഇൻറ്റു വൈ ഡിവൈഡ് ബൈ 100. ക്ലിയർ? സോ എന്ത് കിട്ടും? 18 പ്ലസ് എന്താണ്? 80 ഡിവൈഡ് ബൈ 100. സോ ഇതും ക്യാൻസലായി. പിന്നെ എന്ത് കിട്ടും? 8/10 എത്രയാണ്? 0.8 ആണ്. സോ ഫൈനൽ ആൻസർ കിട്ടുക 18 പ്ലസ് 0.8 ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താ? 18.8 ആണ് ഫൈനൽ ആൻസർ കിട്ടുക. 3% ആണ് സക്സസീവ് ചേഞ്ച്. നെറ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തത്. ക്ലിയർ? ഇത് പ്ലസ് ആണ് കിട്ടിയത്, അതുകൊണ്ട് ഇൻക്രീസ് ആണ് ചെയ്തത്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ മാൻസ് വർക്കിംഗ് hours per day were increased by 30% and his wages per a man's working hours per day were increased by 35% and his wages per hour were decreased by 25%. By what percentage were his daily earnings increased? അതായത് സെയിം ആണ് നമ്മളോട് ചോദിക്കുന്നത്. എന്താണ്? അതായത് ഡെയിലി വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെയിലി വേജ് എന്ന് പറഞ്ഞാൽ എത്ര അവേഴ്സ് വർക്ക് ചെയ്തു, വർക്കിംഗ് അവേഴ്സ് ഇൻറ്റു പിന്നെന്താ? വേജ് വർക്കിംഗ് അവേഴ്സ് ഇൻറ്റു വേജ് ചെയ്താൽ എന്താ? ഡെയിലി വേജ് കിട്ടും. അതാ. അപ്പോൾ ഇങ്ങനെ ഇൻറ്റു വരുന്ന ക്വസ്റ്റ്യൻ വന്നാൽ, അതായത് ഇൻറ്റു ആണ് വന്നത്, 2 ക്വാണ്ടിറ്റി ഇൻറ്റു ആണ് വന്നത്, ഒരു ക്വാണ്ടിറ്റി ഫസ്റ്റ് കൂടി മറ്റേ ക്വാണ്ടിറ്റി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ? നമ്മുടെ സക്സസീവ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. സോ ഇവിടെ എന്താണ്? 35% എന്താ? വേജ് എന്ത് ഇൻക്രീസ് ചെയ്തു? വർക്കിംഗ് അവേഴ്സ് ഇൻക്രീസ് ചെയ്തു. 35% വർക്കിംഗ് അവേഴ്സ് ഇൻക്രീസ് ചെയ്തു. സോ പ്ലസ് 35. പിന്നെ എന്ത് ചെയ്തു? ഡിക്രീസ് 25% ഡിക്രീസ് ചെയ്തു. സോ -25. പിന്നെന്താ? പ്ലസ് എന്ത് ചെയ്യണം നമ്മൾ? 35 ഇൻറ്റു -25 ഡിവൈഡ് ബൈ 100. സോ സിമ്പിൾ അല്ലേ? എന്താണ്? 35 25. ഇതെന്ത് കിട്ടും? 10. ഇവിടെ നോക്കിയാൽ 35 ഇൻറ്റു -25. സോ 35 ഇൻറ്റു -25 ഡിവൈഡ് ബൈ 100. അപ്പോൾ ഇതെന്ത് കിട്ടും? 35 ഇൻറ്റു 25 ചെയ്താൽ 875 ഡിവൈഡ് ബൈ 100 ചെയ്താൽ എന്ത് കിട്ടും? പോയിന്റ് കിട്ടും. ഇനി ഇവിടെ ഒരു മൈനസ് വന്നുകൊണ്ട് മൈനസ് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1.25 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ? ഇവിടെ എന്താ? ഇവിടെ 2 വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സക്സസീവ് ഡിസ്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ സക്സസീവ് പെർസെൻറ്റേജ് ചേഞ്ചിൻ്റെ ഫോർമുല തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇതുപോലെ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്ത് തന്നിട്ടുള്ള ഓരോന്നും ഇൻക്രീസ് ആയിട്ട് ഏരിയ കണ്ടുപിടിക്കാൻ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നമുക്ക് എന്താ? ഈ മെത്തേഡിൽ ചെയ്യാം. അതായത് ഏരിയ കണ്ടുപിടിക്കേണ്ട പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സക്സസീവ് ചേഞ്ച് വന്നാൽ നമ്മൾ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ? ഈ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഇവിടെ നോക്കിയാൽ എന്താ? വർക്കിംഗ് അവേഴ്സ് ഇൻറ്റു വേജ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ വർക്കിംഗ് അവേഴ്സിൻ്റെ ടോട്ടൽ ഏണിങ്സ് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ആദ്യം വർക്കിംഗ് അവേഴ്സ് എന്ത് ചെയ്തു? 35% ഇൻക്രീസ് ആയി. സോ നമുക്കിതെങ്ങനെ എടുക്കാം? വർക്കിംഗ് അവർ ഇൻറ്റു 135/100 എന്ന് എടുക്കാം അല്ലേ? അതായത് ഒരു വാല്യൂ 10% ഇൻക്രീസ് ചെയ്താൽ പുതിയ വാല്യൂ എത്രയാണ്? അതായത് നമ്മളോട് 15 എന്ന വാല്യൂ അല്ലെങ്കിൽ 20 എന്ന വാല്യൂ 10% ഇൻക്രീസ് ചെയ്താൽ പുതിയ വാല്യൂ എത്രയാണ്? നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? 20ൻ്റെ കൂടെ 110 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 110 ഡിവൈഡ് ബൈ 100. ക്ലിയർ? ഇതായിരിക്കും ഫൈനൽ വാല്യൂ. 20%ൻ്റെ കൂടെ, അതായത് 20ൻ്റെ 10% ഇൻക്രീസ് ചെയ്താൽ എത്രയാണ്? അപ്പോൾ അത് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക? 20 ഇൻറ്റു 110 ചെയ്യാം. അത് 110 എന്ന് വെച്ചാൽ 100 ഉള്ളത് 10% ഇൻക്രീസ് ആയി 110 ആയി. അപ്പോൾ അതാണ് ഇവിടെ മീൻ ചെയ്തത്. അപ്പോൾ 20ൻ്റെ 10% ഇൻക്രീസ് ആയാൽ എത്ര വാല്യൂ? അപ്പോൾ അത് ഫൈൻഡ് ചെയ്യാൻ
20 ഇൻറ്റു 110 ഡിവൈഡ് ബൈ 100 ചെയ്യാം. ഇനി 20ൻ്റെ 20% ഇൻക്രീസ് ആയാലോ, അപ്പോൾ 20 ഇൻറ്റു 120 ഡിവൈഡ് ബൈ 100 ചെയ്യാം. അപ്പോൾ ഇതായിരിക്കും ഫൈനൽ വാല്യൂ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, ഇവിടെ ഇതൊക്കെ ക്യാൻസൽ ചെയ്തു, ഇതും ക്യാൻസലായി, ബാക്കി 22 ആണ്. ഇനി 12% ഇൻക്രീസ് ആയാലോ, 20% ഇൻക്രീസ് ആയാലോ നമുക്ക് എന്ത് കിട്ടും, 24 കിട്ടും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഏത് വാല്യൂവിൻ്റെയും നമുക്ക് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ അതുപോലെ ഇവിടെ എന്ത് ചെയ്തു, നമ്മുടെ വർക്കിംഗ് അവേഴ്സ് എത്രയായി, 35% ഇൻക്രീസ് ആയി. അതുപോലെ തന്നെ അവേഴ്സ് എത്ര ഡിക്രീസ് ആയി, വേജ് എത്ര ഡിക്രീസ് ആയി, 25% ഡിക്രീസ് ആയി. സോ ഇൻറ്റു വേജ് ഇൻറ്റു 20% ഡിക്രീസ്, അപ്പോൾ 75/100 ഇങ്ങനെ ചെയ്യാം. ഇനി എന്താ, ഇതും മൾട്ടിപ്ലൈ ചെയ്യാം. വേജ് ഇൻറ്റു വർക്കിംഗ് അവർ ഇൻറ്റു 135 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 75 ഡിവൈഡ് ബൈ 100. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡും ചെയ്യാം. ക്ലിയർ? ഓക്കെ. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആയെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യാൻ എളുപ്പം എന്താണ്, നമ്മുടെ സക്സസീവ് ഡിസ്കൗണ്ട്, അതായത് x + y + x ഇൻറ്റു y ഡിവൈഡ് ബൈ 100. അപ്പോൾ നിങ്ങൾ ഇത് മാത്രം കൊടുത്താൽ മതി. രണ്ട് വാല്യൂ ഫൈൻഡ് ചെയ്ത് അതിൻ്റെ എൻഡ് ഇൻറ്റു ആണെങ്കിൽ, അതേ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ, അതായത് വർക്കിംഗ് അവേഴ്സ് ഇൻറ്റു എത്രയാ പെർ വേജ് പെർ അവർ, അതാണ് ചെയ്താൽ നമുക്ക് ഫൈനൽ എമൗണ്ട് കിട്ടുക. അപ്പോൾ രണ്ട് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സക്സസീവ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്, ഓപ്ഷൻ എ ആണ്, 1.25 ആണ്. ക്ലിയർ? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇൻ എ ഷോപ്പിംഗ് മാൾ ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ വാസ് ഇൻക്രീസ്ഡ് ബൈ 10%, ദെൻ ഇറ്റ് വാസ് റെഡ്യൂസ്ഡ് ബൈ 10%. അപ്പോൾ നമ്മളിവിടെ നേരത്തെ യൂസ് ചെയ്ത ഒരു ഫോമുല ഉണ്ടല്ലോ, അതായത് സെയിം പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു, അതുപോലെ ഡിക്രീസ് ചെയ്തു. അങ്ങനെ ആയാൽ ഓവറോൾ എന്താ, നമ്മൾ സക്സസീവ് പെർസെൻറ്റേജ് എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾവേസ് എന്തായിരിക്കും, ഡിക്രീസ് ആയിരിക്കും. ക്ലിയർ? ഇവിടെ 10% ഇൻക്രീസ് ചെയ്തു, 10% ഡിക്രീസ് ചെയ്തു, അപ്പോൾ ഓൾവേസ് ഡിക്രീസ് ആയിരിക്കും. അത് എത്രയായിരിക്കും ഡിക്രീസ്? അപ്പോൾ അതിനുള്ള ഇക്വേഷനാണ് x² ഡിവൈഡ് ബൈ 100%. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, x² എന്താണ്, 10² 100 ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു 1% ഡിക്രീസ് ആണ് വരിക. 1% ഡിക്രീസ്, ഓപ്ഷൻ ഏതാണ്, സി ആണ് കറക്റ്റ് കിട്ടുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ പോപ്പുലേഷൻ, അതായത് അടുത്തൊരു ഫോമുലയാണ്, അതായത് പോപ്പുലേഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് എ ടൗൺ അല്ലെങ്കിൽ ആർട്ടിക്കിൾ പി ആണെങ്കിൽ ആനുവലി ഇൻക്രിമെൻറ്റ് 6% ആണ്. അതായത് ഇപ്പോൾ ഒരു പോപ്പുലേഷൻ ഉണ്ട്, ഇപ്പോൾ ഒരു 10,000 ആണ്, ആനുവലി 10% ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ ഒരു 5 ഇയേഴ്സ് കഴിഞ്ഞിട്ട് എന്തായിരിക്കും അവിടുത്തെ പോപ്പുലേഷൻ, അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വരാം. അതായത് ഇപ്പോഴത്തെ പോപ്പുലേഷൻ 10,000 ആണ്, ആനുവലി 10% ഇൻക്രീസ് വരാം. അപ്പോൾ 5 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ആ ഏരിയയിലത്തെ പോപ്പുലേഷൻ ഉണ്ടാവാം. അതിനുള്ള ഇക്വേഷനാണിത്. ക്ലിയർ? അതായത് നമുക്ക് സാധാരണ മെത്തേഡിലും കണ്ടുപിടിക്കാം. എങ്ങനെയാണ്, ഫസ്റ്റ് 10% ഇൻക്രീസ് ചെയ്തു, പിന്നെ വീണ്ടും 10% ഇൻക്രീസ് ചെയ്തു, അതായത് 10,000. അപ്പോൾ ഇതിൻ്റെ എത്രയാണ്, അടുത്ത വർഷം എന്താ 10% ഇൻക്രീസ് ചെയ്താൽ എത്ര കിട്ടും? അപ്പോൾ അതിൽ കണ്ടുപിടിക്കാൻ നമുക്ക് 110 ഡിവൈഡ് ബൈ 100 ആയിരിക്കും. ക്ലിയർ? ടോട്ടൽ, അതായത് അടുത്ത വർഷം 10% ഇൻക്രീസ് ചെയ്താൽ നമ്മൾ ടോട്ടൽ പോപ്പുലേഷൻ എത്രയായിരിക്കും? ഇത്രയായിരിക്കും. ഇനി സെക്കൻഡ് ഇയർ ആകുമ്പോൾ എത്ര കിട്ടും? വീണ്ടും നമ്മൾ ഇതിൻ്റെ കൂടെ സെയിം മൾട്ടിപ്ലൈ ചെയ്യാം. തേർഡ് ഇയർ ആകുമ്പോൾ സെയിം മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് 3 വർഷം കൊണ്ട് പോപ്പുലേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യാം, ഈ ഫോമുല യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഫോമുലേനെ സിംപ്ലിഫൈ ചെയ്താണ് ഇത്. ക്ലിയർ? സെയിം സംഭവമാണ്, അതിനെ സിംപ്ലിഫൈ ചെയ്താണ് ഇവിടെ നമുക്ക് 3 വർഷത്തെ എന്താണ് പോപ്പുലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻസിപ്പിൾ, അതായത് ഫസ്റ്റത്തെ പ്രൈമറി ഇപ്പോൾ ഉള്ള പോപ്പുലേഷൻ 10,000 ഇൻറ്റു 1 പ്ലസ് ആർ എന്താണ് 10% ഡിവൈഡ് ബൈ 100 റൈസ് ടു 3 വർഷം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം. ക്ലിയർ? ഇനി ബിഫോർ ആണെങ്കിൽ, അതായത് ഇപ്പോൾ എത്രയാണ്, ഇപ്പോൾ നമ്മൾ ഫോർവേഡാണ്, അതായത് ഈ വർഷം 10,000, നെക്സ്റ്റ് ഇയർ എന്താണ് 10% ഇൻക്രീസ് ആവുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബിഫോർ, അതായത് 3 വർഷം മുന്നേ എത്ര പോപ്പുലേഷൻ ഉണ്ടാവും, അതിനുള്ള ഇക്വേഷനാണ് ഇവിടെ പറയുന്നത്. ഇതിനുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഈ ഫോമുലയും കൂടെ നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കാം. ക്ലിയർ? അടുത്ത നോക്കിയാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം.
അതായത് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ് 10,000 ആണ് പോപ്പുലേഷൻ. 10% ഓരോ വർഷവും ഇൻക്രീസ് ആവും. 6 എന്ന് പറയുന്നത് 10% ആണ്. അങ്ങനെയാണെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് പോപ്പുലേഷൻ എന്തായിരിക്കാം? അപ്പോൾ അതിന് നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ്? 10,000 ഇൻറ്റു 1 + 10/100 എത്രയാണ്? 2 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ 2 ഇടാം, അതായത് സ്ക്വയർ ഇടാം. സോ ഇനി എന്ത് ചെയ്യാം? 10,000 ഇൻറ്റു ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതും ക്യാൻസലായി. ബാക്കി ഇതാ 10 ഇൻറ്റു 1 + 1. അപ്പോൾ ഇതിങ്ങനെയല്ല കിട്ടുക. അതായത് 1 + 1/10 എന്ന് വന്നാൽ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതേ ഇൻറ്റു ഇത്. അപ്പോൾ 10 + 1 സോ 11 എന്ത് കിട്ടും? 10 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതെന്താണ്? 11/10 ഹോൾ സ്ക്വയർ വരും. ഹോൾ സ്ക്വയറിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? 11/10 എന്നിടാം. 2 പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതി. സെയിം ആണ് കിട്ടുക. ഇനി എന്ത് ചെയ്യുക? ഇതും ക്യാൻസൽ ചെയ്യുക. ഇതും ഇവിടെ 0 ഉണ്ട്, അതും ക്യാൻസൽ ചെയ്യുക. ക്ലിയർ? അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 12100. ക്ലിയർ? ഇത്രയായിരിക്കും നമ്മുടെ ആൻസർ കിട്ടുക. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ പോപ്പുലേഷൻ ഓഫ് എ വില്ലേജ് ഇൻക്രീസ് ദാറ്റ് 10%. നമ്മളിപ്പോൾ പറഞ്ഞ സെയിം ഫോമുലയാണ്, അതായത് സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ കിട്ടിയത്? നമുക്ക് ഓപ്ഷൻ എ ആണ് ആൻസർ കിട്ടിയത്. ക്ലിയർ? സിമ്പിൾ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഇൻക്രീസ് അറ്റ് ദ റേറ്റ് ഓഫ് 10%. അപ്പോൾ 10% ഇൻക്രീസ് എവറി ഇയർ ആണ്. ദ പ്രസൻറ്റ് പോപ്പുലേഷൻ 1000 ആണ്. ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ ദ പോപ്പുലേഷൻ ബിക്കം 1331? അപ്പോൾ ഇപ്പോൾ തന്നിട്ടില്ല എന്താണ്? പ്രസൻറ്റ് പോപ്പുലേഷൻ 1000 ആണ്, അത് 1331 ആവണം. അങ്ങനെയാണെങ്കിൽ എത്ര ഇയേഴ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യണം? എത്ര ഇയേഴ്സ് കൊണ്ടാണ് 1331 ആവും എന്നത് നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? സെയിം ആണ്. അതായത് ഫൈനൽ എന്ന് പറയുന്നത് പ്രസൻറ്റ് പോപ്പുലേഷൻ പ്ലസ് അല്ലെങ്കിൽ ഇൻറ്റു 1 പ്ലസ് എന്താണ്? R/100 ഹോൾ റൈസ് ടു n. ഇതാണ് നമ്മുടെ ഫോർമുല. സോ ഇവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അതായത് എന്താ? ഇപ്പോഴത്തെ പോപ്പുലേഷൻ എത്രയാണ്? അതായത് ഫൈനൽ പോപ്പുലേഷൻ എത്രയാണ് വരേണ്ടത്? 1331. പ്രസൻറ്റ് എത്രയാണ്? 1000. 1 + 10/100 ഇതാണ് വരിക. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1331/1000 ഈക്വൽ ടു, ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെയിം ആയിട്ട് ചെയ്യാം. എന്താണ്? ഇത് ചെയ്യുമ്പോൾ 11/10 ഹോൾ റൈസ് ടു n എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. പിന്നെ നിങ്ങൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? 1 മുതൽ 30 വരെ 1 to 30 വരെയുള്ള സ്ക്വയേഴ്സ് നിങ്ങൾ പഠിച്ചു നോക്കണം. 1 to 30 വരെയുള്ള സ്ക്വയേഴ്സ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. അതുപോലെ 1 to 10 വരെയുള്ളെങ്കിലും മിനിമം 1 to 10 വരെയുള്ള ക്യൂബ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം, മസ്റ്റാണ്. എങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് 11/10 ആണുള്ളത്. 11/10 ഹോൾ റൈസ് ടു n. ഇവിടെ നോക്കിയാൽ 1331/10 എത്രയാ? 1000 ആണുള്ളത്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ്? 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ആണ്. അതുപോലെ 11 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1331 ആണ്. അപ്പോൾ ഇതാ ഇവിടെ ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. 11/10 ഹോൾ റൈസ് ടു 3 എന്ന് എഴുതാം. ഈക്വൽ ടു 11/10 ഹോൾ റൈസ് ടു n എന്ന് എഴുതാം. സോ ഈ ബ്രാക്കറ്റിനകത്തുള്ള വാല്യൂ സെയിം ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഈ വാല്യൂസും സെയിം ആയിരിക്കും. സോ n ഈക്വൽ ടു എന്തായിരിക്കും? 3 ആയിരിക്കും. സോ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സ്, അതാണ് നമ്മൾ n കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അതായത് നമ്മൾ സാധാരണ പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രൈസും അതുപോലെ കൺസംഷനും, അതായത് നമ്മളിപ്പോൾ എന്താ ഒരു 10 റുപ്പീസിൻ്റെ സാധനം പ്രൈസ് 10 റുപ്പീസാണ്. നമ്മൾ ഒരു 2 എണ്ണം വാങ്ങി, നമ്പർ ഓഫ് ക്വാണ്ടിറ്റി 2 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് എന്തായിരിക്കും? 20 ആയിരിക്കും. അപ്പോൾ അതുപോലെ പ്രൈസ് ഇൻറ്റു കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ്പെൻഡിച്ചറാണ്. പ്രൈസ് ഇൻറ്റു കൺസംഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചറാണ്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇവിടെ നമ്മളോട് ഇപ്പോൾ 100 ആണ് പ്രൈസ് എന്ന് വിചാരിക്കാം. നമ്മൾ 120 ക്വാണ്ടിറ്റി വാങ്ങുന്നു. സോ ടോട്ടൽ എത്രയാണ്? 12,000 ആണ് ഇതിൻ്റെ എക്സ്പെൻഡിച്ചർ വരിക. ഇനി ഈ 100ന് പകരം പ്രൈസ് ഇൻക്രീസ് ആയി, 20% പ്രൈസ് ഹൈക്ക് വന്നു. ക്ലിയർ? അപ്പോൾ 120 ആയി.
പക്ഷേ നമ്മുടെ എക്സ്പെൻഡിച്ചർ സെയിം തന്നെ ആയിരിക്കണം. നമ്മൾ എക്സ്ട്രാ പൈസ ചിലവാക്കില്ല, നമ്മൾ എക്സ്പെൻഡിച്ചർ സെയിം തന്നെയാണ്, 12,000 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വാങ്ങുന്ന സാധനം കുറയ്ക്കില്ലേ, കൺസംഷൻ കുറക്കും. അപ്പോൾ എത്ര പെർസെൻറ്റേജാണ് കൺസംഷൻ കുറഞ്ഞത്? സോ നമുക്ക് ഇവിടെ മനസ്സിലാവും, ഇവിടെ 12,000 കിട്ടണമെങ്കിൽ ഇവിടെ എന്തായിരിക്കണം, 100 ആയിരിക്കണം. അപ്പോൾ ഇവിടുന്ന് 120 നിന്ന് 100ലേക്ക് കുറച്ചു. അത് എത്ര പെർസെൻറ്റേജ് ആണ്? അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണെന്ന് മനസ്സിലാക്കാൻ ഡിഫറൻസ് എടുക്കാം. എത്രയാണ്? 20 ആണ് ഡിഫറൻസ്. എത്രയിൽ നിന്നാണ് മൈനസ് ചെയ്തത്? 120 നിന്നാണ്, ഇൻറ്റു 100. സോ ഇങ്ങനെ ചെയ്താൽ എന്ത് കിട്ടും, എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ഡിക്രീസ് ചെയ്തതെന്ന് മനസ്സിലാവും. സോ ഇതൊക്കെ ക്യാൻസൽ ചെയ്താൽ ഇതും ക്യാൻസലായി, ഇതും ക്യാൻസലായി, 1/6 വരും. സോ 1/6 എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഞാൻ ആദ്യം ഒരു കാണിച്ച ടേബിൾ നിങ്ങൾ ഫില്ല് ചെയ്താൽ മനസ്സിലാവും എന്താണ്, 16.66% ആണ് ഡിക്രീസ് ആയത്. അതായത് നമ്മൾ കൺസംഷനിലെ ചേഞ്ച് വന്നത് എത്രയാണ്, 16.66. അപ്പോൾ ഇതുപോലെ ഈ മെത്തേഡിലും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോമിൽ യൂസ് ചെയ്യാം. ഒന്നുമില്ല, ഇവിടെ ചോദിച്ചത് എന്താണ്, എ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നോക്കിയാൽ 20%. അതായത് നമ്മുടെ പ്രൈസ് 20% ഇൻക്രീസ് ആയി. അങ്ങനെയാണെങ്കിൽ കൺസംഷൻ എത്ര പെർസെൻറ്റേജ് റെഡ്യൂസ് ചെയ്യണം? ഈ ക്വസ്റ്റ്യനിൽ ഇട്ട് കൊടുത്താൽ മതി. എന്താ, 20 ഡിവൈഡ് ബൈ 100 + 20, 120 ഇൻറ്റു 100. സോ ഇങ്ങനെയാണ് കിട്ടുക. ക്ലിയർ? അതുപോലെ പ്രൈസ് ഡിക്രീസ് ആയി, കൺസംഷൻ ഇൻക്രീസ് ആയി. അങ്ങനെ വരുമ്പോൾ എത്രയാണ് ഇൻക്രീസ് ആവുന്നത്, കൺസംഷൻ എത്രയാണ് ഇൻക്രീസ് ആവുന്നത്? അപ്പോൾ അതിനുള്ള ഇക്വേഷനാണ് ഇത്. ക്ലിയർ? അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ കോൺസെപ്റ്റ് ഇതാണ്, ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ദ പ്രൈസ് ഓഫ് എ പെട്രോൾ ഹാസ് increased by 10% in the new budget. The passenger of a motor vehicle can reduce the consumption of how many percentage so that his total expenditure on petrol remains same. അതായത് നമുക്കെന്താ ഇവിടെ പറഞ്ഞു, പ്രൈസ് ഇൻറ്റു കൺസംഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ സെയിം ആയിരിക്കണം. പ്രൈസ് എന്ത് ചെയ്തു, ബജറ്റിൽ 10% ഇൻക്രീസ് ആയി. എത്രയാണ് ഇവിടെ 100 ഉള്ളത് 110 ആയി. ക്ലിയർ? അപ്പോൾ എന്ത് ചെയ്യണം, അതായത് ആദ്യം 100 ഉണ്ട്, നമ്മൾ കൺസംഷൻ 110 ആണെന്ന് വിചാരിക്കാം. എക്സ്പെൻഡിച്ചർ എന്ത് കിട്ടും, 11,000 ആണെന്ന് കിട്ടും. ക്ലിയർ? ഇനി പ്രൈസ് എന്ന് പറയുന്നത് 100 ഇൻക്രീസ് ചെയ്തു, അപ്പോൾ എന്താ 110 ആണെന്ന് കിട്ടി. അപ്പോൾ ഫൈനൽ ഇത് സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടെ കൺസംഷൻ എന്താണ്, കൺസംഷൻ എന്ന് പറയുന്നത് ഡിക്രീസ് ആവണം, 100 ആവണം. സോ എത്രയാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്, 10 ആണ്. എത്രേൻ്റെ ബേസിലാണ് കൺസംഷൻ? ഓൾറെഡി എത്രയാണുള്ളത്, 110 ആണുള്ളത്. 110 ഇൻറ്റു 100. ക്ലിയർ? ഇതും ക്യാൻസലായി. പിന്നെ 1/11 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 9 1/11 എന്ന് കിട്ടും. ക്ലിയർ? ഇത്രയും പെർസെൻറ്റേജ് ആണെന്ന് കിട്ടും. അത് നമുക്ക് നമ്മുടെ കോൺസെപ്റ്റ് വെച്ച് ചെയ്യുമ്പോൾ. ഇനിയോ ഒന്നുമില്ല, നമുക്ക് ഫോർമുല വെച്ചും ചെയ്യാം. എന്താണ്, ഡിക്രീസ് ചെയ്യുമ്പോൾ എത്രയാണ് കൺസംഷൻ ഡിക്രീസ് ചെയ്തത്? തൊട്ട് മുന്നത്തെ ഫോർമുലയാണ് എക്സ് ഡിവൈഡ് ബൈ അല്ലെങ്കിൽ എ ഡിവൈഡ് ബൈ എന്താണ് 100 + എ ഇൻറ്റു 100. ക്ലിയർ? അപ്പോൾ എ എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ആയത്, 10 ആണ്. ഡിവൈഡ് ബൈ 110 ഇൻറ്റു 100. സോ സെയിം ആണ്, ഇവിടെ കിട്ടിയ സെയിം ആണ് ഇവിടെയും കിട്ടിയത്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 9, ഇവിടെ 9 1/11 ആണ്. ഓക്കെ, 9 1/11 അതാണ് ഓപ്ഷൻ വരേണ്ടത്. 9 1/11 9 1/11 ഇതാണ് നമ്മുടെ ഓപ്ഷൻ വരേണ്ടത്. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, അപ്പോൾ ഇത് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. 9 1/11 9 1/11 അല്ലേ? ഇതായത് ഈ വാല്യൂവിനെ നമ്മൾ കട്ട് ചെയ്താൽ, അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് സിമ്പിളായി ചെയ്യാം. എങ്ങനെയാണ്, 100 എന്ന വാല്യൂവിനെ നമ്മൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും നമുക്കെന്താ, ഇതിനെ 9 ടൈംസ് ഉണ്ട്, അപ്പോൾ 99 കിട്ടും. സോ 9 ടൈംസ് ഉള്ളത് കൊണ്ട് 99 കിട്ടും. ബാക്കി റിമൈൻഡർ എത്രയാണ്, 1 ആണുള്ളത്. സോ 1/11. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 9 1/11 ആണ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ആ 3% ആണ് കൺസംഷൻ നമ്മൾ ഡിക്രീസ് ചെയ്യേണ്ടത്. ക്ലിയർ? ആ ഫോമിൽ ഇട്ട് കൊടുത്താൽ സിമ്പിളായിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഏരിയ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 50%, ദെൻ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഏരിയ? അപ്പോൾ ഇതിൻ്റെ എന്താണ്, രണ്ട് സൈഡും എന്താണ് 50% ഇൻക്രീസ് ആയി. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഇതുപോലെ ഇൻറ്റു വരുന്ന ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ സക്സസീവ് ചേഞ്ചിൻ്റെ ഇക്വേഷൻ എടുത്താൽ മതി. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, 50 ഇൻക്രീസ് ചെയ്തു, അതായത് x + y + x × y ഡിവൈഡ് ബൈ 100 ആണുള്ളത്. അപ്പോൾ ഇവിടെ എന്താ 50 +
50 പ്ലസ് 50 ഇൻറ്റു 50 ഡിവൈഡ് ബൈ 100. സോ എന്താ ഇതും ക്യാൻസലായി, ഇതും ക്യാൻസലായി. സോ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 50 50 100 പ്ലസ് 25 125% ആണ് ഇൻക്രീസ് ആയത്. ഏരിയയിൽ 125% ഇൻക്രീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ഇൻറ്റു വരുന്ന ഫോമുല ആണെങ്കിൽ, ഇൻറ്റു വരുന്ന ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ സക്സസീവ് ചേഞ്ചിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. ക്ലിയർ? 125 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ പഠിച്ചാണ്. പെർസെൻറ്റേജ് ചേഞ്ചിന് എങ്ങനെയാണ്? ഓൾഡ് വാല്യൂ മൈനസ് ന്യൂ വാല്യൂ, അതായത് ന്യൂ ക്വാണ്ടിറ്റി, ന്യൂ വാല്യൂ മൈനസ് ഓൾഡ് ഡിവൈഡ് ബൈ ഓൾഡ് ഇൻറ്റു 100 അല്ലേ? ഇതാണ് പെർസെൻറ്റേജ് ചേഞ്ച് ഫൈൻഡ് ചെയ്യാം. പിന്നെന്താ? പ്രൈസ്, അതായത് കൺസംഷൻ റെഡ്യൂസ് ആയുള്ള ഫോമുല നമ്മൾ നോക്കിയല്ലോ, അതുപോലെ ഇൻക്രീസ് ചെയ്താലുള്ള ഫോമുല നോക്കി. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് എന്താ 2024 ക്വസ്റ്റ്യൻ ആണ്. 2024 CSAT ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് PYQ നോക്കാം. അതായത് പി സാലറി ഈസ് 20% ലോവർ ദാൻ ക്യൂ. പിൻ്റെ സാലറി എന്ന് പറയുന്നത് ക്യൂവിനേക്കാളും 20% ലോവറാണ്. അതുപോലെ which is 20% lower than R. So by how much percentage is R salary more than P salary? അപ്പോൾ ഇതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ സിമ്പിളാണ്. എന്താണ്? 3 ആൾക്കാരാണ് ഉള്ളത്, P, Q, R. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? P salary is 20% lower than Q. Pൻ്റെ സാലറി എന്ന് പറയുന്നത് 20% ലോവർ ദാൻ Q. പക്ഷേ ക്യൂവിൻ്റെ സാലറി എന്ന് പറയുന്നത് എന്താണ്? 20% ലോവർ ദാൻ ആർ ആണ്. അപ്പോൾ ആറിൻ്റേത് നമ്മൾ 100 ആണെന്ന് എടുത്താൽ ക്യൂവിൻ്റെ എന്തായിരിക്കും? 20% ലോവറാണ്. അപ്പോൾ ഇതിനേക്കാളും 20% ലോവർ എന്താണ്? 20% ലോവർ എന്ന് പറഞ്ഞാൽ 80 ആയിരിക്കും. 100ൻ്റെ 10% എന്താണ്? 10 ആണ്. 20% ആയാൽ 80 ആയിരിക്കും. ഇനി എന്താണ്? പി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ 20% ലോവറാണ്. സോ പി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ 20% ലോവറാണ്. സോ ഇതിൻ്റെ 20% 8 ഇൻറ്റു 8, അതായത് 8 ഇൻറ്റു 2 16 ആണ് ഇതിൻ്റെ 20%. സോ നമുക്കിവിടെ എന്ത് കിട്ടും? 64 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് സാലറി ഉള്ളത്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? ബൈ ഹൗ മച്ച് പെർസെൻറ്റേജ് ആർ സാലറി മോർ ദാൻ പി. അപ്പോൾ ആറിൻ്റെ സാലറി എത്ര മോറാണ് ദാൻ പി. അപ്പോൾ പി ആണ് ഇവിടെ നമ്മൾ ബേസ് ആക്കി വെക്കേണ്ടത്. പിനെ അപേക്ഷിച്ച് ആറിൻ്റെ എത്ര കൂടുതലാണ്? സോ 64 ആണ് നമ്മളിവിടെ ബേസ് ആയി വെക്കേണ്ടത്. ഡിഫറൻസ് എത്രയാണ്? ഇവിടെ 64 ആണ്, ഇവിടെ 100 ആണ്. സോ ഡിഫറൻസ് എത്രയാണ്? 36 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ? സിമ്പിളാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ നോക്കാം, ഇവിടെ 64ൻ്റെ എത്ര ഇത് മീൻ ചെയ്യുന്നത് എന്താണ്? 64ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 36 എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ 64ൻ്റെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും ഇത്? അതായത് നമുക്കറിയാം 64ൻ്റെ 50% നമ്മൾ എടുത്താൽ എത്ര കിട്ടും? 32 ആണ്. ക്ലിയർ? ഇനി 64ൻ്റെ 10% നോക്കിയാൽ എന്താണ്? 6 ആണ്. അതായത് ഇതിൻ്റെ 50% നമ്മൾ എടുത്തു. ക്ലിയർ? നമുക്ക് എത്രയാണ് വേണ്ടത്? 36 വരണം. അപ്പോൾ 50% എടുക്കുമ്പോൾ നമുക്ക് എത്രയാണ്? 32 ആണ് വരിക. പക്ഷേ അപ്പോൾ 50%-നേക്കാളും കൂടുതലാണ്. അപ്പോൾ എത്ര കൂടുതലാണ്? ഇവിടെ ഒരു 4 കൂടെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 6 ആണ് വരിക. ക്ലിയർ? അപ്പോൾ അതിനേക്കാളും കുറവാണ്. അപ്പോൾ അതിനേക്കാളും കുറവുള്ള ഒറ്റ വാല്യൂ മാത്രമേ ഉള്ളൂ ഇവിടെ 56. അപ്പോൾ ഓപ്ഷൻ എന്താണ്? 56 ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് ചെയ്യാം. പക്ഷേ അത് ചെയ്യേണ്ട, അസ്യൂം ചെയ്താൽ മതി. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ 36/64 ഇൻറ്റു 100. അതായത് ഇത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 36 എന്ന് പറയുന്നത് 64ൻ്റെ എത്ര പെർസെൻറ്റേജ് എന്നാണ് ചോദിക്കുന്നത്. 36 എന്ന് പറയുന്നത് 64ൻ്റെ എത്ര പെർസെൻറ്റേജ്. അപ്പോൾ അത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയാൽ 64 എന്ന വാല്യൂ, അപ്പോൾ ഇതിൻ്റെ 50% എന്നാണ്? 50% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 32 ആണ്. ക്ലിയർ? അപ്പോൾ ഇതാ 50% അടുത്തുള്ള വാല്യൂ ഉണ്ട്, 32 ആണ്. പക്ഷേ ഇവിടെ 36 ആണ്. ഒരു 4ഉം കൂടെ എക്സ്ട്രാ ഉണ്ട്. ആ 4 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? ഇതിൻ്റെ 10% എന്താണ്? 6 ആണ് വരിക. പക്ഷേ നമുക്ക് 6 വരണ്ട. 10% എന്ന് പറഞ്ഞാൽ 6 ആണ് വരിക. അതായത് 10% എന്ന് പറഞ്ഞാൽ 6 ആണ് വരിക. അപ്പോൾ ടോട്ടൽ 60 ആവും. ഇവിടെ 6 വന്നാൽ എന്ത് കിട്ടും? 38 വരും. 34 മാത്രമേ ഉള്ളൂ. സോ ഇതിൻ്റെ ഇടയിലുള്ള ഒറ്റ പെർസെൻറ്റേജുകൾ ഇവിടെ എന്താണ്?
56. ക്ലിയർ? അപ്പം അങ്ങനെ നമുക്ക് 56 കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 36 ഡിവൈഡ് ബൈ 64 ഇൻറ്റു 100 ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ക്ലിയർ? അതിനേക്കാളും ഒരുപാട് ടൈം പോകുന്ന പ്രോസസ്സാണിത്. നമ്മൾ എന്ത് ചെയ്യുക, സിമ്പിളായി നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻ എക്സാമിനേഷൻ 80% ഓഫ് എ സ്റ്റുഡൻറ്റ് പാസസ് ഒന്നുകൂടെ നോക്കാം. അതായത് ഇൻ ആൻ എക്സാമിനേഷൻ 80% ഓഫ് എ സ്റ്റുഡൻറ്റ് പാസ്ഡ് ഇൻ ഇംഗ്ലീഷ്, 70% ഓഫ് എ സ്റ്റുഡൻറ്റ് പാസ്ഡ് ഇൻ ഹിന്ദി ആൻഡ് 15% ഫെയിൽഡ് ഇൻ ബോത്ത് സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. സോ നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹൂ ഫെയിൽഡ്. അപ്പോൾ ഫെയിൽ ചെയ്ത സ്റ്റുഡൻസിനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് എത്രയാണ്, നമ്മൾ ഇവിടെ എന്തൊക്കെയുണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്. സോ അതിൻ്റെ വെൻ ഡയഗ്രമാണ് നമ്മൾ വരക്കേണ്ടത്. സോ ഫെയിൽ ചെയ്ത ആൾക്കാരാണ് ഫെയിൽഡ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഫെയിൽ ചെയ്തതിൻ്റെ വെൻ ഡയഗ്രാം നമുക്ക് വരക്കാം. എത്രയാണ്, ഇൻ ആൻ എക്സാമിനേഷൻ 80% ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ 80% പാസ് ചെയ്തു. അപ്പോൾ 20% ആ എക്സാമിന് ഇംഗ്ലീഷിന് ഫെയിൽ ആയിരിക്കില്ലേ, ഇംഗ്ലീഷിന് 20% ഫെയിൽ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ 70% സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ ഹിന്ദി. അപ്പോൾ 70% ഹിന്ദിക്ക് പാസ് ചെയ്തു, ബാക്കി 30% ഹിന്ദിക്ക് ഫെയിൽ ആയിരിക്കും. ഹിന്ദിക്ക് 30% ഫെയിൽ ആയിരിക്കും. ക്ലിയർ? അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ഇനി നോക്കിയാൽ 15% ഫെയിൽഡ് ഇൻ ബോത്ത് സബ്ജക്റ്റ്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ള ഏരിയ നോക്കിയേ, ഇത് ഇംഗ്ലീഷാണ്, ഇത് ഹിന്ദിയാണ്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ള ഏരിയ നമുക്ക് ബോത്ത് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ 15% ഫെയിലായി. നമ്മളിത് ഫെയിലായതിൻ്റെ വരക്കുന്നത്. അപ്പോൾ 15% ഫെയിലായി. സോ നമുക്കറിയാം ടോട്ടൽ ഇംഗ്ലീഷിന് ടോട്ടൽ ഫെയിൽ ആയത് എത്രയാണ്, 20% ആണ്. അപ്പോൾ അതിൽ തന്നെ 15% എന്താ, ബോത്താണ്. ബാക്കി റിമൈനിങ് ഇവിടെ എന്ത് കിട്ടും, 5% മാത്രമാണ്. അപ്പോഴല്ലേ ഇത് ടോട്ടൽ എന്താ 20% ആവും. അതുപോലെ 30% ആണ് ഹിന്ദിക്ക് ഫെയിലായത്. പക്ഷേ രണ്ടിനും കൂടിയിട്ട് ഫെയിലായത് എത്രയാണ്, 15 ആണ്. അപ്പോൾ ഹിന്ദിക്ക് മാത്രം ഫെയിൽ ചെയ്തത് എത്രയാണ്, 15% ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്താ, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹൂ ഫെയിൽഡ് ഇൻ ഓൺലി വൺ സബ്ജക്റ്റ്. ഓൺലി വൺ സബ്ജക്റ്റിന് ഫെയിലായ ആൾക്കാർ എത്രയാണ്, എത്ര പെർസെൻറ്റേജ് ആണ്, ഇവിടെ 15%, ഇവിടെ 5%. സോ 15 + 5 = നമുക്കത്ര കിട്ടും 20% ആണ്. എന്തിന്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മാത്രം. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ ഓൺലി വൺ സബ്ജക്റ്റ്, എത്രയാണ്, 20% ആണ്. ക്ലിയർ? അപ്പോൾ ഇത് നമ്മൾ വെൻ ഡയഗ്രാം വെച്ച് ചെയ്യേണ്ട പ്രോബ്ലമാണ്. ഓക്കെ, 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 candidates X and Y contest an election. അപ്പോൾ ഇലക്ഷൻ്റെ പ്രോബ്ലമാണ്. 80% ഓഫ് വോട്ടേഴ്സ് കാസ്റ്റ് ദെയർ വോട്ട് ആൻഡ് ദെയർ വെയർ നോ ഇൻവാലിഡ് വോട്ട്. അതായത് ടോട്ടൽ നമ്മൾ എക്സാമ്പിൾ നോക്കാം. ടോട്ടൽ 100% ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. അതിൽ 80% ആൾക്കാർ മാത്രമാണ് വോട്ട് കാസ്റ്റ് ചെയ്തത്. സോ ഇതിൽ 80% ആൾക്കാർ മാത്രമാണ് വോട്ട് കാസ്റ്റ് ചെയ്തത്. ബാക്കി റിമൈനിങ് 20% എന്താണ്, വോട്ട് ചെയ്തില്ല. ഓക്കെ, ഇനി ഇവിടെ നോക്കേണ്ടത് ദെയർ വെർ നോ ഇൻവാലിഡ് വോട്ട്സ്. അപ്പോൾ 80% ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്, ഇൻവാലിഡ് വോട്ടൊന്നുമില്ല, 80% കൗണ്ട് ചെയ്തിട്ടുണ്ട്. ദെർ വെർ നോ നോട്ടയും ഇതിലില്ല. അപ്പം എന്താണ്, ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിന് വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്താ പറയുന്നത്, എക്സ് ഗോട്ട് 56% ഓഫ് വോട്ട്. എക്സിന് 56% വോട്ട് കിട്ടി. അതായത് ടോട്ടൽ കാസ്റ്റ് ചെയ്ത വോട്ട് എത്രയാണ്, ഇതിൽ 86 ആണ്. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ 56%, 80ൻ്റെ 56% എന്ത് കിട്ടി, കാൻഡിഡേറ്റ് എക്സിന് കിട്ടി. അതുപോലെ ആൻഡ് വോൺ ബൈ എത്രയാണ്, 1440. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇൻ ദ വോട്ടർ ലിസ്റ്റ്. അപ്പോൾ 2 കണ്ടസ്റ്റൻ്റ് ആണുള്ളത്. അപ്പോൾ എക്സിന് എത്ര കിട്ടി, 56% കിട്ടി, 80ൻ്റെ 56% കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടും, 44%. അല്ലേ, ഇത് തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും, 100 കിട്ടണം. അപ്പോൾ അതായത് ഇവിടെ 80ൻ്റെ ആണ് നമ്മൾ ഈ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ വോട്ടേഴ്സ് എത്രയാണ്, 100 ആണുള്ളത്. അതിൽ വോട്ട് ചെയ്ത ആൾക്കാർ എത്രയാണ്, 80%. അപ്പോൾ ഈ 80%ൻ്റെ 50%, 56% എക്സിന് കിട്ടി, 44% വൈക്ക് കിട്ടി. ക്ലിയർ? അപ്പോൾ എത്ര വോട്ടിനാണ് വിൻ ചെയ്തത്, 1440. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് ആയിരിക്കും 1440. ക്ലിയർ? അതായത് ഇവരുടെ ഡിഫറൻസ് എത്രയാണ്, 12% ഓഫ് 80%. അല്ലേ, ഈ 80% 56% ആണിത്, ഈ 80%ൻ്റെ 44% ആണ് ഇത്.
അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? 80%-ൻ്റെ 12% ആയിരിക്കും. അതെന്ന് പറയുന്നത് എന്താണ്? 1440 ആണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് 80%-ൻ്റെ 12% എത്ര കിട്ടും? 80%-ൻ്റെ 12% എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10% 8 ആണ്. അതായത് 10% എന്ന് പറയുന്നത് 8 ആണ്. പിന്നെ ഒരു 2% കൂടെ. അപ്പോൾ 8 × 2 1.6 ആണ്. സോ 1.6 ആഡ് ചെയ്താൽ 9.6. ഇതാണ് ഇവിടെ കിട്ടുക. ക്ലിയർ? അതായത് 9.6% എന്ന് പറയുന്നത് എന്താണ്? 1440 ആണ്. നമ്മളോട് എന്താ ചോദിച്ചേ? ടോട്ടൽ വോട്ടേഴ്സ് 100% ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ 100% ഈക്വൽ ടു എന്ത് കിട്ടും? 1440 ഡിവൈഡ് ബൈ, അതായത് ഇവിടെ നോക്കിയാൽ എങ്ങനെ ഫൈൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ 9.6 എന്ന് പറയുന്നത് നമുക്കിത് 3 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? 100% ഫൈൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ ആദ്യം 1% എന്ന് പറഞ്ഞാൽ ഈ വാല്യൂസിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 1440 ഡിവൈഡ് ബൈ 9.6 കിട്ടും. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? 100% ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ ഇവിടെയും ഇൻറ്റു 100 ചെയ്യുക. സോ ഇതാണ് വാല്യൂ കിട്ടുക. സോ 9.6 × 100 ഇവിടെ ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ക്വാണ്ടിറ്റി, ടോട്ടൽ ആൾക്കാർ എത്രയാണ്? 100-ൻ്റെ വാല്യൂ കിട്ടും. എത്രയാണ് വാല്യൂ കിട്ടുക? ഇത് കട്ട് ചെയ്യുമ്പോൾ 9.6ഉം ഇതിന് നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാം? അതായത് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 1440 ഡിവൈഡ് ബൈ 96 എന്ന് എടുക്കാം. അതായത് പോയിന്റ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് 96 എടുത്തു. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 1000 ആണെന്ന് കിട്ടും. അതായത് മേലെയും താഴെയും നമ്മൾ എന്ത് ചെയ്യുക? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ പോയിൻ്റൊക്കെ മാറി കിട്ടും. സോ ഇനി നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് കട്ട് ചെയ്താൽ 1 കിട്ടും. ബാക്കി റിമൈൻഡർ എത്രയാണ്? 48. അപ്പോൾ 480 കിട്ടും. സോ ഇവിടെ 15 ആണെന്ന് കിട്ടും. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 15,000 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ 15,000 ആൾക്കാരാണ് വോട്ട് ചെയ്യാനുള്ളത്. ടോട്ടൽ നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ 15,000 ആൾക്കാരാണുള്ളത്. അപ്പോൾ ഇവിടെ ചെയ്തെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അസ്യൂം ചെയ്തു ടോട്ടൽ ആൾക്കാർ 100 ആണെന്ന് അസ്യൂം ചെയ്തു. അതിന് 80% ആൾക്കാരാണ് വോട്ട് ചെയ്തത്. ആ 80% തന്നെ 56%, 80%-ൻ്റെ 56% വിൻ ചെയ്ത ആൾക്കാർ കിട്ടി, 44% ലൂസ് ചെയ്ത ആൾക്കാർ കിട്ടി. സോ അവരുടെ ഡിഫറൻസ് എത്രയാണ്? 80%-ൻ്റെ 20% ആണ്. 80%-ൻ്റെ 12% ആണ് അവരുടെ ഡിഫറൻസ്. ആ വിന്നിംഗ് മാർജിൻ എന്ന് പറയുന്നത് എന്താണ്? 1440 ആണ്. ക്ലിയർ? അങ്ങനെ ആകുമ്പോൾ 9.6 എന്ന് പറയുന്നത് 1440 കിട്ടി. അങ്ങനെയാണെങ്കിൽ 100 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 15,000 ആയിരിക്കും. ക്ലിയർ? അപ്പം അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ദ ഇൻക്രീസിങ് ദ പ്രൈസ് ഓഫ് സെർട്ടിൻ ഐറ്റം എത്രയാണ്? 25%. ദ പ്രൈസ് ഡിക്രീസ്ഡ് 20%. ദെൻ എഗെയിൻ ഇൻക്രീസ് 10%. വാട്ട് ഈസ് ദ റിസൾട്ടൻ്റ് ഇൻക്രീസിങ്? അതായത് ഇവിടെ ഒരു ഐറ്റം ഉണ്ട്, അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 ആണ്. ആദ്യം എന്ത് ചെയ്തു? എത്രയാ? 25% ഇൻക്രീസ് ആയി. ഒരു വാല്യൂവിന് 25% ഇൻക്രീസ് ആയി നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇതിനെ 125/100 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ. ക്ലിയർ? റെപ്രസെൻറ്റ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യും? ഡിക്രീസ്ഡ് ബൈ 20%. അപ്പോൾ ഡിക്രീസ് ആയി. അപ്പോൾ ഡിക്രീസ് ആയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു, അതായത് ഇപ്പോൾ എന്താ 100-ൻ്റെ 20% ഡിക്രീസ് ആയ വാല്യൂ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? 80 ഡിവൈഡ് ബൈ 100 ഇങ്ങനെയല്ലേ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കൊരു വാല്യൂ കിട്ടും. ഇനി അതിനെ ഡിവൈഡ് ബൈ ഇൻറ്റു 80 ഡിവൈഡ് ബൈ 100 ചെയ്യാം. സോ 20% ഡിക്രീസ് ആയി. എഗെയിൻ ഇൻക്രീസ്ഡ് ബൈ 10%. അപ്പോൾ ഇൻക്രീസ് ചെയ്തതിന് നമ്മൾ എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യണമെങ്കിൽ 110 ഡിവൈഡ് ബൈ 100 ചെയ്യാം. ക്ലിയർ? ഇതും ക്യാൻസലായി, ഇതും ക്യാൻസലായി. എത്രയാ? ഇവിടെ 5 കിട്ടും, 4 കിട്ടും, 0 0 0 ഇതൊക്കെ ക്യാൻസലായി, ബാക്കി 2 എന്ന് കിട്ടും. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 110. ഇത്രയും % ഇൻക്രീസ് ആയത്. വാട്ട് ഈസ് ദ റിസൾട്ടൻ്റ് ഇൻക്രീസ്? 100, അതായത് 100 ഉള്ളത് 110 ആയി. അപ്പോൾ 10% ഇൻക്രീസ് ആയത്. 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ അല്ലേ? ഒന്നുമില്ല, നമ്മൾ ഇനിഷ്യൽ 100 ആണെന്ന് എടുക്കുക, പിന്നെ 25% ഇൻക്രീസ് ആയി. സോ 125 ഡിവൈഡ് ബൈ 100 ആണെന്ന് കിട്ടും. ഇൻറ്റു പിന്നെന്താ 20% ഡിക്രീസ് ആയി. സോ 80 ഡിവൈഡ് ബൈ 100 ആണെന്ന് കിട്ടും. പിന്നെ 10% ഇൻക്രീസ് ആയി. സോ 110 ഡിവൈഡ് ബൈ 100 ആണെന്ന് കിട്ടും. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ ആൻസർ ആയി. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ എ ഗാർഡനർ ഇൻക്രീസ്ഡ് ദ ഏരിയ ഓഫ് ഹിസ് റെക്റ്റാങ്കുലർ ഗാർഡൻ. അപ്പോൾ റെക്റ്റാങ്കുലർ ഗാർഡൻ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, റെക്റ്റാങ്കുലർ ഗാർഡൻ ആണ്. ഇൻക്രീസ് ദ ലെങ്ത്ത്, അതായത് ഇവിടെ നോക്കിയാൽ എന്താ
ഏരിയയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റി വന്നാൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാം? നമ്മൾ സക്സസീവ് പെർസെൻറ്റേജ് ചേഞ്ചിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഇവിടെ ലെങ്ത്ത് ബ്രെഡ്ത്ത്. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഇൻക്രീസ്ഡ് ഇറ്റ് ബൈ 40%. അപ്പോൾ 40% ഇൻക്രീസ് ആയി. 40% ഇൻക്രീസ് ആകുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 40 എന്ന് എഴുതാം. ഇനി 20% ഡിക്രീസ് ആയി, സോ -20. ക്ലിയർ? പിന്നെ എന്ത് ചെയ്തു? മൈനസ്, കാരണം ഒന്ന് മൈനസ് വന്നാൽ നമ്മളിവിടെ മൈനസ് ഇടണം. x ഇൻറ്റു y, സോ 40 ഇൻറ്റു 20 ഡിവൈഡ് ബൈ 100. ഇതും ക്യാൻസലായി. സോ എന്താ? 40 - 20 കിട്ടും. -2 ഇൻറ്റു 8 കിട്ടും. സോ ഇവിടെ നമുക്ക് 12% ആണ് കിട്ടുക. +12% ആണ്. +12% ആയ എന്ത് ചെയ്യാം? ഇൻക്രീസ്ഡ് ബൈ 12% ആണ്. ഇവിടെ പ്ലസ് കിട്ടിയാൽ, ഇനി മൈനസ് കിട്ടിയാൽ എന്ത് ചെയ്യാം? ഡിക്രീസ്ഡ് ബൈ 12% ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് കിട്ടിയോണ്ട് ഇൻക്രീസ്ഡ് ബൈ 12% ആണ് നമ്മുടെ ആൻസർ കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യാം? സക്സസീവ് ചേഞ്ചിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഫസ്റ്റ് ഇൻക്രീസ്ഡ് ബൈ K%. അപ്പോൾ ഇത് 2015 ഇപ്പോൾ ലാസ്റ്റ് നടന്ന എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു കമ്മോഡിറ്റിൻ്റെ പ്രൈസ് K% ഇൻക്രീസ് ആയി. ക്ലിയർ? K% ഇൻക്രീസ് ആയി. നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മെത്തേഡും കൂടെ ചെയ്യാം. അതായത് നമ്മൾ സാധാരണ എന്താ? ലെങ്ത്ത് ബ്രെഡ്ത്ത്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ 40% എന്ന് പറഞ്ഞാൽ എന്താ? 40/100. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇതിനെ നമുക്ക് 2/5 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഇതൊക്കെ കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2/5 ആണെന്ന് കിട്ടും. അപ്പോൾ ഇത് മീൻ ചെയ്യുന്നത് എന്താ? 5 ഉള്ളത് 2 ഡിക്രീസ് ചെയ്തു എന്നാണ് മീൻ ചെയ്യുന്നത്. ഒറിജിനലി, അതായത് ഇവിടെ നോക്കിയേ, ഒറിജിനലി 100 ഉണ്ട്, അതിൽ നിന്ന് 40 ഡിക്രീസ് ആയി. അപ്പോൾ അതുപോലെ 5 ഉള്ളതിൽ നിന്ന് 2 ഡിക്രീസ് ആയി. സോ ലെങ്ത്ത് എന്തായി? ഇനിഷ്യലി 5 ആണ്. അത് എന്തായി? ഇവിടെ ലെങ്ത്ത് ഇൻക്രീസ് ആയെന്നാണ് പറയുന്നത്. അപ്പോൾ 5 ഉള്ളത് 2 ഇൻക്രീസ് ആയി. 5 ഉള്ളത് 2 ഇൻക്രീസ് ആയി, 7 ആയി. ഇനി ബ്രെഡ്ത്തോ? ബ്രെഡ്ത്ത് എത്രയാണ് പറയുന്നത്? 20% ഡിക്രീസ് ആയി. സോ 20%, 20/100 എന്ത് കിട്ടും? 1/5 ആണ് കിട്ടുക. 20/100 1/5 ആണ്. അപ്പോൾ 5 ഉള്ളത് 1 ഡിക്രീസ് ആയി എന്നാണ് മീൻ ചെയ്യുന്നത്. സോ ഇനിഷ്യലി 5 ആണ്, 1 ഡിക്രീസ് ആയി, എന്ത് കിട്ടും? 6 ആണെന്ന് കിട്ടും. ക്ലിയർ? ഡിക്രീസ് ആയി, അപ്പോൾ 4 ആണെന്ന് കിട്ടും. ഇനി ഇപ്പോൾ ഇത് ഓൾഡ് ലെങ്ത്തും ബ്രെഡ്ത്തും ആണ്, ഇത് ന്യൂ ആണ്. അപ്പോൾ ഇവിടുത്തെ ഏരിയ എന്താണ്? ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ 5 × 5 25 ആണ്. ഇവിടുത്തെ ഏരിയ എന്ത് കിട്ടും? ന്യൂ ഏരിയ എന്ത് കിട്ടും? 5 × 5 28 ആണ്. സോ ഇവിടെ ഏരിയ എത്ര ഇൻക്രീസ് ആയെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ 3 ആണ് ഇൻക്രീസ് ആണ്. സോ 3 അതായത് 3 ഇനിഷ്യൽ ഏരിയ എന്താണ്? 25. ഇങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ? ഇതും ക്യാൻസലായി 12%. അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ അറിയേണ്ടത് ഈ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയും നമുക്ക് സിമ്പിളായി ചെയ്യാം. അപ്പോൾ അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താ? പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഫസ്റ്റ് ഇൻക്രീസ്ഡ് ബൈ K%, ദെൻ ഡിക്രീസ്ഡ് ബൈ K%. അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. പ്രൈസ് P ആണെന്ന് എടുക്കാം. P ഇൻറ്റു ഫസ്റ്റ് ഇൻക്രീസ്ഡ് K%. നമ്മൾ 10% ഇൻക്രീസ് ചെയ്താൽ നമ്മളെങ്ങനെ ചെയ്യും? അതായത് 10% ഇൻക്രീസ് ചെയ്താൽ നമ്മളെന്താ? 110 ഡിവൈഡ് ബൈ 100 ചെയ്യില്ലേ? അതായത് 100 + 10 അതാണ് ഈ 10 ഡിവൈഡ് ബൈ 100. ക്ലിയർ? അപ്പോൾ ഇവിടെ K% ആണ് ഇൻക്രീസ് ആയത്. അപ്പം അങ്ങനെ വന്നാൽ K% ഇൻക്രീസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇനിഷ്യൽ വാല്യൂ ഇൻറ്റു K% ഇൻക്രീസ് ആയി. എത്രയാണ്? K പ്ലസ്, അതായത് 100 + K ഡിവൈഡ് ബൈ 100. ക്ലിയർ? അതായത് നമ്മൾ ഈ മെത്തേഡിൽ നമ്മൾ ഇതിനെ കണ്ടുപിടിച്ചു. അപ്പോൾ K% ഇൻക്രീസ് ആയി. പിന്നെ എന്ത് ചെയ്തു? K% ഡിക്രീസ് ആയി എന്ന് പറയുന്നു. K% ഡിക്രീസ് ആയി. സോ K% ഡിക്രീസ് ആവുന്നതിന് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? അതായത് 100 - K% ഡിക്രീസ് ആയി. പിന്നെ നമ്മൾ സെക്കൻഡ് ഈ ഫോമുല ഈ പറഞ്ഞ ക്വാണ്ടിറ്റി നമ്മൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തു. തേർഡ് എന്താണ്? എഗെയിൻ K% ഇൻക്രീസ് ചെയ്തു. സോ നമ്മൾ എഗെയിൻ എന്ത് ചെയ്യുക? പ്ലസ് K ചെയ്യാം. അതായത് K% എഗെയിൻ ഇൻക്രീസ് ആയി. സോ 100 + K ചെയ്യുക, ഡിവൈഡ് ബൈ 100 ഇടാം. പിന്നെന്താ? നെക്സ്റ്റ് ഡിക്രീസ്ഡ് ബൈ K%. സോ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക? 100 - K ഡിവൈഡ് ബൈ 100 ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് ആൻസർ കിട്ടുക. ഇനി ഇതിന് നമ്മൾ ഒരു ഫോമുലയിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ന്യൂ പ്രൈസ് എന്ന് പറയുന്നത് Q ആണ്. അപ്പോൾ ഇവിടെ ന്യൂ ക്വാണ്ടിറ്റി Q ആണെന്ന് കിട്ടും.
ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നോക്കിയേ, നമ്മൾ ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോമുലയാണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഈ ഫോമുല നിങ്ങൾ പഠിച്ചു വെക്കുക. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ക്ലിയർ? അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? ആണ്. അപ്പോൾ ഇത് തമ്മിൽ നമുക്കതുപോലെ കമ്പയർ ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? പി ഇൻറ്റു, ഇവിടെ നോക്കിയാൽ ഇതിന് രണ്ടിനെയും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ 100 സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്ന് എഴുതാം. ഡിവൈഡ് ബൈ താഴത്തെ രണ്ടും എന്ത് കിട്ടും? 100 സ്ക്വയർ ആണ്. അതായത് ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. എഗെയിൻ ഇൻറ്റു, ഇവിടെ നോക്കിയേ, ഇവിടെയും സെയിം ആണ്, ഇവിടെ കിട്ടിയ സെയിം ആണ്. അതായത് ഈ ആദ്യമുള്ള വാല്യൂ സെയിം ആണ് ഇവിടെയും കിട്ടുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് എന്ത് കിട്ടും? 100 സ്ക്വയർ മൈനസ് കെ സ്ക്വയർ. അപ്പോൾ അങ്ങനെ രണ്ട് വാല്യൂ കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. ക്ലിയർ? ഡിനോമിനേറ്ററിലുണ്ട്. സോ അവിടെയും നമ്മൾ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുന്നു. ക്ലിയർ? ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 100 സ്ക്വയർ അതിനെ നമുക്ക് എങ്ങനെ മാറ്റിയതാം? 100 സ്ക്വയറിനെ നമുക്ക് 100 എന്ന് പറഞ്ഞാൽ എന്താണ്? 100 എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ അല്ലേ? അതിൻ്റെ സ്ക്വയർ. സോ 10⁴ എന്ന് എഴുതാം. ഈ വാല്യൂവിനെ 100 സ്ക്വയറിനെ നമുക്ക് 10⁴ എന്ന് എഴുതാം. 100 സ്ക്വയറിനെ നമ്മൾ 10⁴ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അതായത് ആദ്യം പി ഇൻറ്റു 10⁴ മൈനസ് കെ റേസ് ടു എന്താണ്? 2 ഹോൾ റേസ് ടു 2 ആണ് വരുന്നത്. ഡിവൈഡ് ബൈ 100 സ്ക്വയറിനെ ഞാൻ പറഞ്ഞു എന്താ? 100നെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 100നെ നമുക്ക് 2 സ്ക്വയർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു ഹോൾ സ്ക്വയർ ഉണ്ട്, വീണ്ടും ഒരു ഹോൾ സ്ക്വയർ ഉണ്ട്. സോ 2 × 2 4 × 2 8. അപ്പോൾ ഇത് നമുക്ക് എന്താ? 10⁸ ആണെന്ന് കിട്ടും. അപ്പോൾ ഡിനോമിനേറ്ററിൽ നമുക്ക് കിട്ടുക 10⁸ ആണെന്ന് കിട്ടും. ഈക്വൽ ടു എന്താ? Q ആണ്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഇതിനെ നമ്മൾ മാറ്റി എഴുതിയാൽ പി ഇൻറ്റു ബാക്കി വാല്യൂ എന്താണ്? 10⁴ മൈനസ് കെ സ്ക്വയർ ഹോൾ റേസ് ടു 2 ഈക്വൽ ടു Q ഇൻറ്റു 10⁸. ക്ലിയർ? ഇതാണ് കിട്ടുക. അപ്പോൾ ഈ വാല്യൂ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് വാല്യൂ നോക്കിയാൽ പി ഇൻറ്റു 10⁴ മൈനസ് കെ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു Q ഇൻറ്റു 10⁸. സെയിം അല്ലേ? ഇത്രയും സിമ്പിളായിരുന്നു. അതായത് നമുക്ക് ഈ ഫോമുല ഇത് ഇങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ പി സ്കോർഡ് 40% മോർ ദാൻ Q. അപ്പോൾ പി എന്ന് പറയുന്നത് 40% മോർ ദാൻ Q ആണ്. മോർ ദാൻ Q ഇൻ ആൻ എക്സാമിനേഷൻ ഇഫ് Q സ്കോർഡ് 10% ലെസ് മാർക്ക് ദാൻ P. അതായത് പി എന്ന് പറയുന്നത് P 100 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ Q എത്രയാണ് സ്കോർ ചെയ്തത്? Q സ്കോർഡ് 10% ലെസ് ദാൻ P ആണ്. അതായത് Q സ്കോർ ചെയ്യുന്നത് 10% ലെസ് ദാൻ Q ആണ്, P ആണ്. Q സ്കോർഡ് 10% ലെസ് ദാൻ P. അതായത് P എന്ന് പറയുന്നത് 100 ആണെങ്കിൽ Q എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10% ലെസ് ദാൻ, അപ്പോൾ 90 ആയിരിക്കും. ക്ലിയർ? അത് മനസ്സിലായില്ലേ? ഇനി P സ്കോർഡ് 40 മാർക്സ് മോർ ദാൻ Q. അതായത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? P എന്ന് പറയുന്നത് 40 മാർക്സ് മോർ ദാൻ Q ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു 40 മാർക്സ് ആണ്. ക്ലിയർ? 40 മാർക്സ് ആണ്. അപ്പോൾ പേഴ്സൻറ്റേജിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇവർ തമ്മിൽ പേഴ്സൻറ്റേജിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 10% ആണ്. അപ്പോൾ ഈ 10% എന്ന് പറയുന്നതാണ് 40 മാർക്സ്. ക്ലിയർ അല്ലേ? അതായത് ക്വസ്റ്റ്യൻ പറയുന്നു P എന്ന് പറയുന്നതിനേക്കാളും 10% കുറവാണ് Q. അപ്പോൾ P നമുക്ക് 100 ആണെങ്കിൽ Q എന്ന് പറയുന്നത് 90 ആയിരിക്കും. പിന്നെ ക്വസ്റ്റ്യനിൽ അടുത്ത പാർട്ടിൽ പറയുന്നു എന്താ? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 40 ആണ്, 40 മാർക്സ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുന്ന് 10% ആണ് ഡിഫറൻസ്. അപ്പോൾ ഇവിടുന്ന് മാർക്കിൻ്റെ രൂപത്തിൽ പറഞ്ഞാലോ 40 ആണ് ഡിഫറൻസ്. സോ 10% എന്ന് പറയുന്നത് ഈക്വൽ ടു 40 ആണ്. ക്ലിയർ? ആ കാര്യം നമ്മൾ മനസ്സിലായി. അപ്പോൾ അങ്ങനെ വന്നാൽ 10% എന്ന് പറയുന്നത് 40 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 100 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ 10 യൂണിറ്റ്, അതായത് പെർസെൻറ്റേജ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറയാം. 10 യൂണിറ്റ് എന്ന് പറയുന്നത് 40 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 100 എന്ന് പറയുന്നത് എത്രയാണ്? 100 എന്ന് പറയുന്നത് എന്താണ്? 10 എന്ന് പറയുന്നത് 40 ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 1 എന്ന് പറയുന്നത് എന്താണ്? 1 എന്ന് പറയുന്നത് 40/10 ആണ്. അപ്പോൾ ഈ ഇൻറ്റു 100 ചെയ്താൽ
നമ്മൾ ഇവിടെയും 100 ചെയ്യണം. സോ 100 എന്ന് പറയുന്നത് എന്തായിരിക്കും? 400 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇവിടുത്തെ 100 എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് എന്തായിരിക്കും? 400 ആണ്. അങ്ങനെയാണെങ്കിൽ ക്യൂ എന്താണ്? അതിനേക്കാളും 40 കുറവാണ്. സോ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? 360 ആണ്. ക്ലിയർ? ക്യൂ എന്ന് പറയുന്നത് 360. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? അതായത് സിമ്പിളാണ്. ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേമിൽ പറഞ്ഞു എന്താണ്? പി എന്ന് പറയുന്നത് ക്യൂവിനേക്കാളും, അതായത് പിന്നേക്കാളും 10% കുറവാണ് ക്യൂ. പി നമ്മൾ 100 എടുത്തു. അങ്ങനെയാണെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് 90 ആണ്. 90 ആണ് പെർസെൻറ്റേജ്. ഇത് പെർസെൻറ്റേജ് രൂപത്തിലാണ്. അതുപോലെ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 40 ആണെന്ന് 40 മാർക്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഇത് തമ്മിലുള്ള ഡിഫറൻസ് 10% ആണ്. അപ്പോൾ 10% എന്ന് പറയുന്നത് 40 ആണ്, 40 മാർക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പി എന്താ? 100% അല്ലേ? അപ്പോൾ ഇവിടുത്തെ 100% എന്ന് പറയുന്നത് എന്തായിരിക്കും? 400 ആയിരിക്കും. അപ്പോൾ ഇതിന്ന് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? അതിന്ന് 40 കുറവാണ്. സോ ക്യൂ എന്ന് പറയുന്നത് ഇന്ന് 40 കുറവായാൽ 360 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇത് നമ്മൾ ഈ ഇയർ, അതായത് നമ്മൾ ലാസ്റ്റ് എക്സാമിന് 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അപ്പോൾ പെർസെൻറ്റേജിൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ് കാണാം.